സഹോദരങ്ങളെ, പൊതുവെ വേദഗ്രന്ഥങ്ങൾ മനുഷ്യരെ വഴികാട്ടിയായിരിക്കണം, അവന്റെ ജീവിതത്തിന് പുരോഗതിയും ഐശ്വര്യവും ഉണ്ടാക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങളായിരിക്കണം ഗ്രന്ഥങ്ങൾ നൽകുന്നത്. മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിക്കാനോ അവർക്കിടയിൽ സംഘർഷങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാക്കുന്നതോ അവന്റെ പുരോഗതിയെ തടസ്സം സൃഷ്ടിക്കുന്നതോ ആയിരിക്കരുത് വേദഗ്രന്ഥമായാലും എന്നാണ് നമുക്ക് ആമുഖമായി സൂചിപ്പിക്കാൻ. ഏതൊരു ഗ്രന്ഥമാണെങ്കിലും ശരി, ഏതൊരു ക്ലാസ് ആണെങ്കിലും ശരി, ഏത് പ്രസംഗമാണെങ്കിലും ശരി, അത് മനുഷ്യനൊരു വിജ്ഞാനം നൽകുന്നതായിരിക്കണം, അവന് ഒരു പ്രകാശം നൽകുന്നതായിരിക്കണം, അത് അവന്റെ ജീവിതത്തിലേക്ക് വഴികാട്ടിയായിരിക്കണം. ജീവിതത്തെ ഇപ്പൊ നിലവിലുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തെ പോലും കൊളമാക്കുന്ന രൂപത്തിൽ നിലവിലുള്ള ഭയങ്ങളുടെ കൂടെ കുറച്ച് ഭയങ്ങൾ കൂടി കൂട്ടത്തക്ക രൂപത്തിൽ നിലവിലുള്ള അന്ധവിശ്വാസങ്ങളുടെ കൂടെ കുറച്ച് അന്ധവിശ്വാസങ്ങൾ കൂടി വർദ്ധിപ്പിക്കത്തക്ക രൂപത്തിൽ ആയിരിക്കരുത് പുസ്തകങ്ങളായാലും വേദഗ്രന്ഥങ്ങളായാലും ക്ലാസുകളായാലും പ്രസംഗങ്ങളായാലും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ലോകത്ത് വേദഗ്രന്ഥങ്ങൾ നിഷേധിക്കാൻ ആളുകൾ പറഞ്ഞ കാരണങ്ങൾ ഇതാണ്. ഇത് മനുഷ്യർക്കിടയിൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കുന്നു, മനുഷ്യന്റെ ചിന്തയെ തളർത്തിയിടുന്നു. ഈ ഒരു പുസ്തകം അങ്ങനെ വരുമ്പോൾ വായിച്ചത് അതാണ്, അതിൽ പറയുന്നതാണ്. വേദഗ്രന്ഥങ്ങൾ ലോകത്ത്, മതങ്ങൾ ലോകത്ത് മനുഷ്യരുടെ ചിന്തയെ തളർത്തിയിടുക. ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു പാതകമായിട്ട്, കുറ്റമായിട്ട്, പാപമായിട്ടാണ് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത്. ചിന്തിക്കാൻ പാടില്ല. എത്ര തന്നെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതോ അപ്രായോഗികമായതോ ആയതായാലും ശരി, മനുഷ്യർക്കിടയിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതായാലും ശരി, വേദവാക്യമാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കണം, അതിനെ അങ്ങനെ ന്യായീകരിക്കണം എന്നാണ് പഠിപ്പിക്കപ്പെട്ടിരുന്നത്. അതിൽ നിന്ന് മാറി മതങ്ങളെ തന്നെ നിരാകരിച്ച ഒരു ലോകത്താണ് പുരോഗതി ഉണ്ടായത് എന്നാണ് സൂചിപ്പിക്കുന്നത്. മതങ്ങളെയും ദൈവവിശ്വാസങ്ങളെയും മുഴുവൻ തള്ളിയപ്പോഴാണ് യൂറോപ്പിൽ പുരോഗതി ഉണ്ടായതെന്ന് ഞാൻ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ വേദഗ്രന്ഥങ്ങൾ അതിന്റെ ശരിയായ അർത്ഥത്തിൽ വായിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടി ന്യായീകരിക്കല്ല, ആ രൂപത്തിൽ ആയിത്തീരാൻ വേണ്ടി നമ്മൾ അതിനെ ന്യായീകരിച്ച് വിശദീകരിക്കുകയല്ല ചെയ്യണം. പക്ഷെ ഇന്നലെ ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ ആ വിഷയം ഒന്ന് സംസാരിക്കണം എപ്പോഴെങ്കിലും ക്ലാസ്സിൽ എന്ന് പറഞ്ഞു. ഒരിക്കൽ വിശദീകരിച്ചതാണ്, അതിന് മറക്കണേന് ആ കാര്യമൊന്ന് ഈ ആയത്ത് വിശദീകരിക്കുന്നതിന് മുമ്പ് പറയാം. ഇപ്പൊ മുസല്ല എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞത് പിന്തുടരപ്പെടുന്ന ആശയം എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ദുർവ്യാഖ്യാനമല്ല, അതാണ് ശരിയായ അർത്ഥം. ദുർവ്യാഖ്യാനം ഇന്നുള്ളതാണ് നമസ്കരിക്കാനുള്ള ഒരു സ്ഥലമാക്കി സ്വീകരിക്കുക എന്നാണ്. ഇബ്രാഹിമിന്റെ മഖാം, അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ രൂപത്തിൽ ഭാഷാപരമായി വിശദീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഞാൻ സൂചിപ്പിക്കുന്നത്. മഖാമ് ഇബ്രാഹിം മുസല്ല, ഇബ്രാഹിമിന്റെ മഖാമ്, അദ്ദേഹത്തിന്റെ നിലപാടുകൾ. മഖാമ് എന്ന് പറഞ്ഞാൽ നിന്ന സ്ഥലം എന്നുള്ളതാണ് ദുർവ്യാഖ്യാനം ഭാഷാപരമായിട്ട്, അതാണ് ദുർവ്യാഖ്യാനം. സല്ല എന്നുള്ള പദം സ്വാദ്, ലാമ്, വാവ് നിരവധി സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിച്ചതാണത്. ഒന്നും കൂടി ഈ പദം മാത്രം വിശദീകരിച്ചാണ് ഈ ആയത്ത് വിശദീകരിക്കാം. അത് അല്പം ക്ഷമിക്കാം. സ്വല എന്ന് പറയുന്നത് സ്വാദ്, ലാമ്, വാവ് എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്നാണ് അതിന്റെ അർത്ഥം. നിരന്തരമായി പിന്തുടരുക. പല ക്ലാസ്സിലും ഞാൻ വിശദീകരിച്ചതാണ്. ഇതിന്റെ ഭാഷാപരമായ ഒരു ചെറിയ കാര്യം ഒരു 2 മിനിറ്റ് മാത്രം പറയാനാണ് ഞാനിപ്പോ ഈ വിഷയം എടുത്തത്. അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഒരു ക്ലാസ്സിലും അത് കേട്ടിട്ടില്ല, അതുകൊണ്ട് അതൊന്ന് പറയണം എന്ന് പറഞ്ഞു. മുസല്ല എന്ന് പറയുന്ന പദം ഇസ്മു മഫൂലാണ്. ഭാഷ അറിയുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കണം. ഇസ്മു മഫൂൽ എന്ന് പറഞ്ഞാൽ കർമ്മം, ക്രിയ, കർത്ത. ഇസ്മു ഫായിലുണ്ട്, ഇസ്മു മഫൂലുണ്ട്. അത് പെട്ടെന്ന് മനസ്സിലാകാൻ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. മുർസിൽ എന്ന് പറഞ്ഞാൽ ഇസ്മു ഫായില, അയക്കുന്നവൻ. മുർസൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ. ഇതാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ.
മുർസിൽ എന്നുള്ളത് ഇസ്മു ഫായിലാണ്, അതായത് ആ ക്രിയ ചെയ്യുന്ന കർത്താവ്. മുർസൽ എന്ന് പറഞ്ഞാൽ ആ ക്രിയക്ക് വിധേയനാകുന്ന വ്യക്തി, അയക്കപ്പെട്ടവൻ, ഇതാണ്. അപ്പൊ മുസല്ലി എന്ന് പറഞ്ഞാൽ ഒരാശയത്തെയോ ഒരു വ്യക്തിയെയോ നിരന്തരമായി പിന്തുടരുന്നവൻ, അതായത് ഇസ്മു ഫായിൽ. മുസല്ല എന്ന് പറഞ്ഞാൽ ഒരാശയത്തെയോ ഒരു വ്യക്തി, പിന്തുടരപ്പെട്ട ആശയമോ വ്യക്തിയോ, അതാണ് മുസല്ല. വളരെ എളുപ്പം. അതായത് ഇവർ കൊടുത്ത അർത്ഥം ലറുഫിന്റെ അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. ലറുഫ് മക്കാനിന്റെ അർത്ഥമാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അത് ഭാഷാപരമായിട്ട് ശരിയല്ല. നിങ്ങൾ ആരോട് ഭാഷ അറിയുന്ന, അറബി ഭാഷ അറിയുന്ന ഏത് പണ്ഡിതനോട് നിങ്ങൾ സംസാരിച്ചോളൂ. മുസല്ല എന്ന പദം ലറുഫ് മക്കാനാണോ അതോ ഇസ്മു മഫൂലാണോ എന്നുള്ളത് ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. മുസല്ല എന്ന പദം ഭാഷാപരമായിട്ട് ലറുഫ് മക്കാനാണോ, അതായത് ഒരു ക്രിയ നടക്കുന്ന സ്ഥലമാണോ, അതല്ല മുസല്ല എന്ന് പറയുന്നത് ഇസ്മു മഫൂലാണോ, ക്രിയക്ക് വിധേയനാവുന്ന വ്യക്തിയോ ആശയമോ, ഇതിനാണ് ഇസ്മു മഫൂൽ. ഇതിൽ ഏതാണ് മുസല്ല എന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി. ഭാഷ അത് ഞങ്ങൾ ഈ പള്ളിതരത്തിൽ സർഫാക്കി പഠിക്കലുണ്ട്. നസ്ര യൻസുറു നസ്രം ബഹുവ നാസുറും വനുസ്ര യൻസുറു നസ്രം ബഹുവ മൻസൂർ വല്ലമുർമിൻഹു ഉൻസുർ ലി അൻസുർ വന്നഹി ലാ തൻസുർ ലാ യൻസുർ എന്ന് പറഞ്ഞിട്ട് വല്ലർഫു മിൻഹു, അതിന്റെ ലർഫ് വരിക മഫ്ഉലും വ മഫ്ഉലത്തുന്ന ലർഫ് വരിക. വല്ലർഫു മിൻഹു, അതിൽ നിന്നുള്ള ലർഫ്, ആ ക്രിയ നടക്കുന്ന സ്ഥലമോ സമയമോ പറയാൻ ഉപയോഗിക്കുന്ന പദം മഫ്ഉലുൻ വ മഫ്ഉലത്തുന്നോ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാ പറയാം. ഇപ്പൊ കസബയിൽ നിന്നാണെങ്കിൽ മക്തബ് എന്നും പറയാം, മക്തബത്ത് എന്നും പറയാം. ലറബിൽ നിന്നാണെങ്കിൽ മലറബ് എന്നും പറയാം, മലറബത്ത് എന്നും പറയാം. അത് സ്ത്രീലിംഗത്തിനോ പുല്ലിംഗത്തിനനുസരിച്ച്, സ്ത്രീലിംഗാണെങ്കിൽ മലറബത്ത്, പുല്ലിംഗാണെങ്കിൽ മലറബ്, ഇതാ വ്യത്യാസം. അപ്പോ ക്രിയ നടക്കുന്ന സ്ഥലത്തിന് മഫ്ഉല് മഫ്ഉലത്ത് ശ്രദ്ധയിൽ വെച്ചോളൂ. മഫ്ഉല് മഫ്ഉലത്ത് എന്ന രൂപത്തിലാണ് ക്രിയ നടക്കുന്ന. ലർഫ് സമാനാണെങ്കിലും ലർഫ് മക്കാനാണെങ്കിലും ക്രിയ നടക്കുന്ന സമയമാണെങ്കിലും ഭാഷാപരമായിട്ട് പറയാം. ഇത് വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല എന്ന് പറയുമ്പോൾ ഇബ്രാഹിമിന്റെ ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ, അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്, അതാണ് മഖാമ്, അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്. അത് മഖാമ് ഖുർആനിൽ ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ എൻ്റെ സഹോദരങ്ങളൊന്ന് പരിശോധിക്കുക. മഖാമ് ഖുർആനിൽ വന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക. അവിടെയൊക്കെ നിലപാടുകളാണ്, അദ്ദേഹത്തിന്റെ സ്റ്റാൻഡാണ്, ഒരു വ്യക്തിയുടെ സ്റ്റാൻഡാണ്. നേരെ മറിച്ച് സ്ഥലം എന്നുള്ള അർത്ഥത്തിന് മുഖാമ് എന്നാണ് അറബിയിൽ ഉപയോഗിച്ചത്, ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. മുഖാമ് എന്നാണ്. ഈ ആദ്യത്തെ മീമിന് ലമ്മിട്ടിട്ടാണ് പറയേണ്ടത്, മുഖാമ്, മഖാമല്ല. അത് പറഞ്ഞാൽ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ മഖാമ് പേടിക്കുന്നവന് റബ്ബ് നിൽക്കുന്ന സ്ഥലമല്ല. റബ്ബ് നമ്മോട് എന്ത് നിലപാടായിരിക്കും എടുക്കുക എന്ന് ഭയപ്പെട്ടിട്ട് എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ ഖുർആനിൽ പിന്നെ സൂറത്ത് ഇസ്രായേലും പറഞ്ഞു, എന്ത് അഖ്മി സ്വലാത്തല്ലി ദുലൂക്കി ശംസില വസക്കിൽ ലൈലി വ ഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശൂദ വ മിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക അസാ റബ്ബുക അൻ യബ്അസകല്ലാഹു മഖാമൻ മഹ്മൂദ. അവിടെ നിന്നെ ഒരു നല്ല സ്ഥലത്ത് നിർത്തുന്നല്ല, നല്ലൊരു മഖാമിൽ അള്ളാഹു നിന്നെ എഴുന്നേൽപ്പിക്കുന്നല്ല. ജീവിതത്തിൽ അത്യുന്നതമായ ഒരു സ്ഥാനം നിനക്ക്, സമൂഹത്തിനിടയിൽ ഒരു ഉന്നതമായ സ്ഥാനത്ത് നിന്നിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഇത് ചെയ്താൽ നിന്നിൽ ഉണ്ടാക്കി തീർക്കും അള്ളാഹു. മനുഷ്യനിൽ ഒരു നവോത്ഥാനം, ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആ വ്യക്തിയിൽ തന്നെ ഉണ്ടായാണ്. കാരണം അവൻ വൈജ്ഞാനികമായി ഉയരുകയാണ്, സാംസ്കാരികമായി ഉയരുകയാണ്, അവന്റെ മനസ്സ് വിശാലമാകുകയാണ്, അവന്റെ കാഴ്ചപ്പാടുകൾ വിശാലമാകുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മുഖേന ഇവൻ സമൂഹത്തിൽ ഒരു ഉയർന്ന പദവിയിലേക്ക്, ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് അവന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവന് തന്നെ കിട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് മഖാമ്. അപ്പൊ മുസല്ല എന്ന് പറയുന്ന പദാണ്. അപ്പൊ അട്ടിമറി ഏതെന്ന് പറയുന്നത് നിലവിലുള്ളതാണ് അട്ടിമറി. അപ്പൊ ഖുർആനിനെ ആധുനികതയ്ക്ക് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്ത് വ്യാഖ്യാനിക്കല്ല ചെയ്യുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഖുർആനിനെ അതിന്റെ ശരിയായ രൂപത്തിൽ പിന്നെ വായിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ. അതാണ് മുസല്ല എന്ന് പറഞ്ഞ. അപ്പൊ കഴിഞ്ഞ
ഞായറാഴ്ച കുറച്ച് ജമാഅത്തുകാരെ വിളിച്ചിട്ടൊരു ക്ലാസ്. ആദ്യം സ്വലാത്ത ചർച്ച ചെയ്തത്. അവർക്ക് ഖുർആനികമായി ഒന്നും പറയാനില്ല. ഖുർആനികമായി ഞാൻ ഡിക്ഷണറി എടുക്കാൻ പറഞ്ഞു. മുസല്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഡിക്ഷണറിയിൽ തന്നെ മുസല്ലി എന്ന് പറഞ്ഞാലും അസാബിക്ക് എന്ന് പറഞ്ഞാലും എന്താ അർത്ഥം? അസാബിക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാമതെത്തിയ ഒരു പടയോട്ടത്തിലും മറ്റും ഒന്നാമതെത്തിയ വ്യക്തിക്കോ കുതിരക്കോ ആണ് പറയാ അസാബിക്ക് എന്ന് പറയാം. അത് ഖുർആൻ തന്നെ ഉപയോഗിച്ചു. അസാബിക്കൂൻ അസാബിക്കൂൻ ഉലൈക ഹുമുൽ മുഖറബൂൻ എന്ന് പറഞ്ഞു. അസാബിക് ഒരാശയ രംഗത്തോ ഒരു പ്രവർത്തന രംഗത്തോ മത്സരിച്ച് ഒന്നാമതെത്തുന്ന ആൾക്കാണ് അസാബിക് എന്ന് പറയുന്നത്. അതാ ഖുർആൻ പറഞ്ഞത് അസാബിക്കൂൻ അസാബിക്കൂൻ വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങളുടെ രക്ഷിതാവിന്റെ സംരക്ഷണത്തിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നേറുക. വസാബിഖൂ, നിങ്ങൾ മത്സരിച്ച് മുന്നേറുക. എവിടേക്ക്? ഇലാ മഗ്ഫിറത്തിൻ, സംരക്ഷണത്തിലേക്ക്, പൊറുക്കലിലേക്കല്ല. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. വഫറ എന്ന് പറഞ്ഞാൽ സംരക്ഷണം എന്നാണ് അതിനർത്ഥം, പൊറുക്കുക എന്നല്ല. വഫറ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ, സംരക്ഷണം. നിന്റെ രക്ഷിതാവിന്റെ സംരക്ഷണത്തിലേക്ക് നീ മത്സരിച്ച് മുന്നേറുക. ജന്നത്തിൻ, ഐശ്വര്യപൂർണമായ അത്യുന്നതമായ ഒരു ജീവിതത്തിലേക്കും നീ മത്സരിച്ച് മുന്നേറുക. അതാണ് അസാബിക്. ആ അസാബിക്കിനെ മറികടക്കാൻ വേണ്ടി നിരന്തരമായി പിന്നാലെ ഓടി ഒന്നാമതെത്താൻ കഴിയാതെ രണ്ടാമതെത്തുന്ന വ്യക്തിക്കാണ്, അല്ലെങ്കിൽ ഒരു കുതിരക്കൊക്കെയാണ് അറബിയിൽ അൽ മുസല്ലി എന്ന് പറയുക. നിങ്ങൾ ഏത് ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ മുസല്ലി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അതാണ്. പിന്നെ അതിന്റെ സാങ്കേതിക അർത്ഥം എന്ന പേരിൽ അട്ടിമറിച്ചതാണ്, ഹദീസിന്റെയും കർമ്മശാസ്ത്രത്തിന്റെയും അർത്ഥം എന്ന പേരിൽ അട്ടിമറിച്ചുണ്ടാക്കിയതാണ്. ഏത് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന പ്രത്യേകമായ കർമ്മങ്ങൾക്കാണ് സലാത്ത് എന്ന് പറയുക എന്നുള്ളത് അതിന്റെ അട്ടിമറി അർത്ഥം. അതാണ് അട്ടിമറി, അത് ഖുർആനികമായ അർത്ഥമല്ല. അതാണ് അട്ടിമറി അർത്ഥം. അപ്പോൾ നമ്മളിൽ കാലികമായി മറ്റു മതഗ്രന്ഥങ്ങളൊക്കെ ക്രൂരമായ ആശയങ്ങൾ ലോകത്ത് പറഞ്ഞിരുന്ന പല വേദഗ്രന്ഥങ്ങളും പല പ്രത്യയശാസ്ത്രങ്ങളും കാലം മാറുന്നു എന്നനുസരിച്ച്, മനുഷ്യന് പുരോഗതി വരുന്നു എന്നതിനനുസരിച്ച്, മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ മാറുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ വേദഗ്രന്ഥങ്ങൾ അതിനനുസരിച്ച് മാറ്റാൻ തുടങ്ങി. പല വേദഗ്രന്ഥങ്ങളുടെ ആളുകൾ അതാ ചെയ്തത്. നമ്മൾ ആ രൂപത്തിൽ കാലഘട്ടത്തിനനുസരിച്ച് ആളുകൾ മാറുന്നു. ആളുകളുടെ ശരിയെക്കുറിച്ച്, നന്മയെക്കുറിച്ച് ആളുകളുടെ വീക്ഷണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി ഖുർആനിനെ ആ രൂപത്തിൽ വ്യാഖ്യാനിച്ചല്ലാതെ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കി ദുർവ്യാഖ്യാനം ചെയ്തതിന് അതിനനുസരിച്ച് ഒപ്പിക്കാനുള്ള ശ്രമമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ. അപ്പോ മുസല്ല എന്ന് പറയുന്നത് സൂചിപ്പിച്ചത്, അത് ഒന്നുകൂടി പറയാതെ ഇസ്മു മഫ്ഊലാണ്. അതായത് ഒരു ക്രിയക്ക് വിധേയനാവുന്ന വ്യക്തിയോ ആശയമോ, അതാണ് മുസല്ല. അത് ലർഫ് സമാനുമല്ല, ലർഫ് മക്കാനുമല്ല. എന്ന് പറഞ്ഞാൽ ക്രിയ നടക്കുന്ന സ്ഥലവുമല്ല, ക്രിയ നടക്കുന്ന സമയവുമല്ല. ഇവർ പറഞ്ഞിരിക്കുന്ന അർത്ഥം അതാണ്. ഇബ്രാഹിം നിന്ന സ്ഥലത്തെ നിങ്ങളുടെ നിസ്കാര സ്ഥലമാക്കുക. അതിന് വരണമെങ്കിൽ അറബിയിൽ ലർഫ്, ആ പദം ലർഫ് മക്കാനായിരിക്കണം. പക്ഷെ മുസല്ല എന്ന് പറയുന്ന പദം ലർഫ് മക്കാൻ, അതായത് ക്രിയ നടക്കുന്ന സ്ഥലമല്ല. അതിന് അറബിയിൽ ലർഫ് ലർഫ് മക്കാൻ അല്ല. അത് മുസല്ലി, മുസല്ല, മുക്കവ്വി, മുക്കവ്വ. അതിന് തത്തുല്യമായ ഒന്ന് മുർസല് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അതിനേക്കാൾ ആപ്റ്റായ, വളരെ യോജിച്ച വേറൊരു പദം അറബിയിൽ പറയാൻ പറ്റുകയാണെങ്കിൽ മുക്കവ്വി എന്ന് പറഞ്ഞാൽ ശക്തി കൊടുക്കുന്നവൻ, മുക്കവ്വ ശക്തിപ്പെടുത്തപ്പെട്ടവൻ, വ്യക്തിയോ ആശയമോ. മുഖവ്വി എന്ന് പറഞ്ഞ കവ എന്ന കാഫ് വാവ് അതാണ്. മുഖവ്വി എന്ന് പറയുന്ന ഒരു വസ്തുവിനോ മറ്റേതെങ്കിലും വ്യക്തികൾക്കോ ശക്തി പകരുന്ന ആള്, അതാണ് മുഖവ്വി. അതിൻ്റെ ഒരു ടോണിക്കും ആകാം, അത് മുഖവ്വിയാണ്, ശക്തി കൊടുക്കുന്നത്. നേരെ മറിച്ച് എന്നിട്ട് ഈ ശക്തി കൊടുത്തപ്പെട്ട വ്യക്തിയോ ആശയമോ മുഖവ്വ. ഇതുപോലെ മുസല്ലി, മുസല്ല, മുഅല്ലിമ്, മുഅല്ലമ്, മുർസില്, മുർസല്. ഇനി ഇഷ്ടം പോലെ പറയാം, അങ്ങനെ യഥേഷ്ടം പറയാം. ഇത് അവസാനത്തതിന് മുമ്പ് കെസറിട്ട് പറഞ്ഞ ഇസ്മു ഫായിലും അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹിട്ട് പറഞ്ഞ ഇസ്മു മഫ്ഊലും. ഇതാണ് മാറ്റമുള്ളത്. ഇനി ആ വിഷയം ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഖുർആനിനെ കാലികമായി വ്യാഖ്യാനിക്കാനുള്ള ശ്രമമല്ല ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ്. ഇത് ഒരു വേദഗ്രന്ഥം
ഒരു വേദഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോൾ അത് സമൂഹത്തിന് എന്ത് നന്മ, എന്ത് ഗുണം അതുകൊണ്ട് കിട്ടുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. എന്റെ ക്ലാസ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു വേദഗ്രന്ഥം കൊണ്ട്, അല്ലെങ്കിൽ ഒരു പുസ്തക വായന കൊണ്ട് സമൂഹത്തിൽ സംഘർഷങ്ങളാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ അവന്റെ ചിന്താപരമായ, ബുദ്ധിപരമായ അറിവിനെയും അവന്റെ ചിന്തയെയും തളർത്താനാണ് ആ വായന നമ്മൾ വായിക്കുന്നതെങ്കിൽ, സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുന്ന സമൂഹത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാനും അശാന്തി ഉണ്ടാക്കാനുമാണെങ്കിൽ, അവരുടെ മുന്നോട്ടുള്ള പുരോഗതിയെ തടസ്സം സൃഷ്ടിക്കാനാണെങ്കിൽ ആ പുസ്തകം വായിക്കാതിരിക്കലാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ ആ പുസ്തകം പിന്നെ വായിക്കാതിരിക്കാൻ നല്ലത്. ശാന്തിയായി സമാധാനത്തോടുകൂടി ഒരു ജനത ഇപ്പം ജീവിക്കുന്നുണ്ട്. അവർ ചിന്താപരമായിട്ട് വളരെ ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിപരമായി അവർ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സൽക്കർമ്മങ്ങൾ ആ സമൂഹത്തിൽ അവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടേക്കൊരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു ഗ്രന്ഥ വായന വന്നു, അല്ലെങ്കിൽ ഒരു പ്രാസംഗികൻ അവിടേക്ക് കടന്നു വന്നു, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുന്ന ആൾ അവിടേക്ക് കടന്നു വന്ന് അവർക്കിടയിൽ അവരുടെ മെച്ചങ്ങളൊക്കെ, അവരുടെ നേട്ടങ്ങളൊക്കെ തകർക്കേണ്ട രൂപത്തിലാണെങ്കിൽ ആ പുസ്തകമോ ആ ക്ലാസ്സോ ആ പ്രസംഗമോ അവിടെ നടക്കാതിരിക്കലാണ് നല്ലത്. ഞാൻ സൂചിപ്പിച്ചു, പ്രവാചകന്മാർ വരുമ്പോൾ ആ ജനത, മുഹമ്മദ് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ ചരിത്രം വെച്ചിട്ട് അവിടെ പുരോഗതി ഉണ്ട്, കുറേയൊക്കെ പുരോഗതി ഉണ്ട്. കാരണം ഖദീജയെ പോലെ ഒരു കച്ചവടക്കാരി ആ ജനതയിൽ നിന്ന് ഉയർന്നു വരണമെങ്കിൽ ആ ജനത അത്ര മോശമല്ല. മാത്രമല്ല, ഖുർആനെ പോലെ ഇത്രയും ഉന്നതമായ ഒരു ആശയം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന ഒരു സമൂഹം ആണ് എന്നുള്ള ഉറപ്പാണല്ലോ. ആ ജനത അത്ര മോശമല്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അത്ര മോശമുള്ള ഒരു ജനതയ്ക്ക് ഇത്രയും ഉന്നതമായ ഒരു ആശയം സ്വീകരിക്കാൻ കഴിയില്ല. മുഹമ്മദ് വരുമ്പോൾ അവിടെ കാര്യമായ യുദ്ധങ്ങളൊന്നുമില്ല. ഗോത്രപ്പകകളുണ്ട്. ഗോത്രങ്ങൾ ചില നിസ്സാരമായ വെള്ളത്തിന്റെയും മറ്റു പ്രശ്നങ്ങളുടെയൊക്കെ പേരിൽ, കാരണം മരുഭൂമിയിൽ വെള്ളം എന്ന് പറയുന്നത് ഒരു നിധിയാണ് അവരെ സംബന്ധിച്ച്. നമ്മളെ സംബന്ധിച്ച് അല്ലാത്തതുപോലെയല്ല. മരുഭൂമിയിൽ കുറച്ച് വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഏറ്റവും വലിയ വാല്യുബിളായ, മൂല്യവത്തായ ഒരു വസ്തുവാണ് ജലം എന്നുള്ളത്. അപ്പോൾ ആ ജലത്തിന്റെ പേരിൽ കുറച്ചൊക്കെ സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ആ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു ജനതയിലേക്ക് മുഹമ്മദ് വന്നിട്ട് ഈ പുസ്തകം വായിച്ചിട്ട് 80-ൽ ചില്ലാനം യുദ്ധങ്ങൾ അയാൾ ഉണ്ടാക്കാൻ കാരണമായെങ്കിൽ ആ ഖുർആനിന്റെ ആവശ്യം അവിടെ ഇല്ല എന്നാണ് ഞാൻ പറയും. പിന്നെ ആ മുഹമ്മദിന്റെ ആവശ്യം അവിടെ ഇല്ല. കാര്യമായ യുദ്ധമൊന്നും ആ രാജ്യത്തില്ല. പിന്നെ ഈ മുഹമ്മദിന്റെ ഈ ഖുർആൻ വായന കാരണം ഒരു സ്ത്രീയും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഖുർആൻ വായിക്കപ്പെടുകയും സ്ത്രീയെ ഇരുമ്പുമറക്കുള്ളിൽ ഒതുക്കേണ്ട ഒരു വസ്തുവാക്കി മാറ്റാനുള്ള വായനയുമാണ് ഖുർആൻ കൊണ്ട് മുഹമ്മദ് നടത്തിയിട്ടുള്ളതെങ്കിൽ ആ വായന കൊണ്ട് ഉപകാരമല്ല, ഉപദ്രവമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാഴ്ചപ്പാടാണ് എനിക്ക്. കാരണം അതുവരെ സ്ത്രീകൾ കച്ചവട രംഗത്തൊക്കെ വരെ അവർ ഉയർന്നു വരുന്നു, വ്യാവസായിക രംഗത്ത് വരെ അവർ ഉയർന്നു വരുന്നു, കച്ചവടം നിയന്ത്രിക്കുന്ന രംഗത്ത് വരെ അവിടുത്തെ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾ പിന്നീട് മുഹമ്മദ് വന്നതോടുകൂടി ഉൾവലിയുന്നു. അവർ പുറത്തിറങ്ങുന്നില്ല. അവരെ ഇരുമ്പ് മറക്കുള്ളിലോ കറുത്ത പർദ്ദക്കുള്ളിലോ തളച്ചിടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ആ സ്ത്രീകൾ മാറിയെങ്കിൽ, അവരുടെ ഭൗതിക കാഴ്ചപ്പാട് അത്രമാത്രം പിന്നോട്ട് പോയെങ്കിൽ മുഹമ്മദിന്റെ പുസ്തക വായന അവിടെ പ്രയോജനം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുവരെ പരസ്പരം നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് ശത്രുതയിൽ യുദ്ധം ചെയ്തിരുന്ന ഒരു സമൂഹം മുഹമ്മദ് വളർത്തിയെടുത്തപ്പോൾ കേവലമായ അധികാരങ്ങൾക്ക് വേണ്ടി വരെ ആഭ്യന്തര കലഹങ്ങളും യുദ്ധങ്ങളും സംഘർഷങ്ങളുമാണ് ഈ ഖുർആൻ വായന കൊണ്ടുണ്ടായതെങ്കിൽ ഈ വായന കൊണ്ട് പ്രത്യേകിച്ച് ഫലങ്ങളൊന്നും ആ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പൊ ഇതല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതല്ല ഖുർആൻ കൊണ്ടുണ്ടായിട്ടുള്ളത്, ഇതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കണത്. അങ്ങനെയെങ്കിൽ ഈ പുസ്തകം അവിടെ സ്വീകാര്യമാവുമായിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നീട് ലോകം മുഴുവൻ ഇത് പ്രാക്ടിക്കലാക്കി ആ സമൂഹത്തിൽ പ്രായോഗികമാക്കിയപ്പോൾ സമൂഹത്തിന് ഗുണങ്ങൾ കിട്ടാൻ തുടങ്ങി, അതിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടാൻ തുടങ്ങി, അതിൻ്റെ ഐശ്വര്യങ്ങൾ അവർ അനുഭവിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ലോകത്തിന്റെ 3/4 ഭാഗത്തോളം ഇസ്ലാം വ്യാപിക്കാൻ കാരണമായത്. ലോകത്തിന്റെ 3/4 ഭാഗത്തോളം ഇസ്ലാം വ്യാപിക്കാൻ കാരണമായി.
ഈ വ്യാപിക്കാൻ കാരണമായതിനോടുണ്ടായ കുശുമ്പും അസൂയയും പകയും ആണ് ഇതിനെ തകർത്ത് തരിപ്പണമാക്കാനുള്ള പ്രേരകമായി പിന്നീട് വന്നത്. അതിനെ നശിപ്പിക്കാനുള്ള ആസൂത്രണങ്ങളാണ് പിന്നീട് നടന്നത്. ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവൂല എന്ന് മനസ്സിലായി. അത് ചൂഷക വർഗത്തിന്റെ ചൂഷണം എന്നും ഒരു മനുഷ്യരെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ മാത്രം ആഗ്രഹിച്ചിരുന്ന ചൂഷിത വർഗം എന്നും ചൂഷകരായ ആളുകൾ ഏത് കാലഘട്ടത്തിലുണ്ടായി, ഇന്നുണ്ട്. ഇന്നും അതന്നെയാണ് ലോകത്തിന്റെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ലോകത്തിന്റെ മുഴുവൻ പകുതിയിലധികം വരുന്ന സമ്പത്ത് 85ഓളം ആളുകളുടെ കയ്യിലാണ് ഇന്ന് ലോകത്ത്. 85 ആളുകളുടെ കയ്യിലാണെന്ന കണക്ക്. ഇവരുടെ കയ്യിലാണ് ലോകത്തിന്റെ പകുതിയിലധികം 60ഓളം വരുന്ന ലോകത്തിന്റെ വിഭവ സമ്പത്തും ധനവും ഒക്കെ അവരുടെ കയ്യിലാണ്. ഇവരുടെ കയ്യിൽ ഇത് അടക്കി വെക്കാനുള്ള എല്ലാവിധ ചൂഷണത്തിന്റെ വഴികളും അവർ ഏത് ആയാലും, ഇതിനെതിരിൽ ആര് പറഞ്ഞാലും അത് അധികം കാലഘട്ടം പറയാനൊന്നും അയക്കൂല അവർ. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്തിനാ ഞാൻ ഇങ്ങനെ ആരോട് പറയുകയും ചെയ്തു, ഈ അക്രമികളായ ആളുകൾക്ക് എന്നും പ്രവാചകന്മാർക്ക് നേരിടാനുള്ളത് വലിയ വലിയ ചൂഷകരെയും ഭരണകർത്താക്കളെയായിരുന്നു. എന്നും ചൂഷകരും ഭരണകർത്താക്കളും അധികാരം കയ്യിലുള്ള ആളുകളെയായിരുന്നു പ്രവാചകന്മാർക്ക് തുണി പോലും എടുക്കാനില്ലാത്ത, അന്തിപ്പട്ടിണിക്ക് പോലും വകയില്ലാത്ത മൂസയും ഈസയും മുഹമ്മദും. എന്താണ് അള്ളാഹു ഇങ്ങനത്തെ ആളുകളെ വിടുന്നത്? നല്ല ശക്തിയുള്ള ആളുകളെ വിട്ടൂടെ ഇവിടെ നേരാക്കിയെടുക്കാൻ? അതിലും ഒരു യുക്തിയുണ്ട്. അത് എല്ലാവരും യുക്തി കാണാനുള്ള അർത്ഥത്തിലല്ല കേട്ടോ. കാരണം ദുർബലമായ ഒരു ജനതക്കും പരിശ്രമിച്ചാൽ നേട്ടത്തിലേക്ക് കയറി വരാം എന്നുള്ള ഒരു പാഠം കൂടിയുണ്ട്. എന്നും ഉയർന്ന തലത്തിലുള്ള ആളുകൾക്ക് മാത്രമേ അതൊക്കെ പ്രായോഗികമാകുള്ളൂ. താഴെത്തട്ടിലുള്ള ഞങ്ങൾക്ക് ഇതൊന്നും പ്രായോഗികമാകുകയില്ല എന്ന ഒരു നിരാശാബോധം സാധാരണക്കാർക്കിടയിൽ ഇല്ലാതിരിക്കാനാണ്, താഴെത്തട്ടിലുള്ള ആളുകൾ തന്നെയാണ് സമൂഹത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന പാഠം ലോകത്തിന് കൊടുക്കാനുള്ള ഒരു വകയായിരിക്കാം ഈ രൂപത്തിൽ മുഹമ്മദ് അവതരിപ്പിച്ചത്. അതായിരിക്കും അങ്ങനെ അവതരിപ്പിക്കാനുള്ള ഖുർആൻ ഈ രൂപത്തിൽ പറയാനുള്ള കാരണം. നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും മാറ്റങ്ങൾ ഉണ്ടാവൂല, പ്രത്യക്ഷത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന് തോന്നും. അത് നമ്മൾ നിരാശയാണ്, പ്രവർത്തന രംഗത്ത് നമുക്ക് വിമുഖതയാണ് സൃഷ്ടിക്കുക. ഇപ്പൊ ബ്രിട്ടൻ ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സാധാരണക്കാരായ നമ്മെ പോലെയുള്ള ആളുകൾ ചിന്തിക്കുമോ ഇവർ ഈ ലോകമൊക്കെ കൈയടിഞ്ഞ് കൈവിട്ട് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു? ചിന്തിക്കാൻ പറ്റുമോ? അന്ന് ആരെങ്കിലും പറഞ്ഞ അവന് ഭ്രാന്താണെന്ന് പറയും. പിന്നെ ആ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായ ബ്രിട്ടൻ ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുക. ഇനി ഈ ബ്രിട്ടീഷ് അവരുടെ ഹോമിലേക്ക് തന്നെ, അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയും അവർ ഇപ്പൊ രണ്ടായി പിളരേണ്ട വക്കിൽ വരെ എത്തിത്തീരുകയും ചെയ്ത ഈ അവസ്ഥയിലേക്ക് ലോകം മാറുമെന്ന് ആരെങ്കിലും അന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളൂ? സമ്മതിക്കൂല. 650ഓളം കൊല്ലം ഇന്ത്യ ഭരിച്ച മുഗൾ ചക്രവർത്തിമാർ ചരിത്രത്തിലേക്ക് തള്ളപ്പെടും, അവർ ചരിത്ര രേഖയിലേക്ക് മാറ്റപ്പെടും എന്നാരെങ്കിലും പറഞ്ഞാൽ അന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂല. അതൊന്നും നടക്കൂല. ഇന്നുപോലെ ഈജിപ്ത് അടക്കി ഭരിച്ചിരുന്ന ഫിറഔൻ ഇനി ചരിത്രത്തിലേക്ക് പോകും എന്ന് അന്ന് മൂസ അവിടെ ഒരു നവോത്ഥാനത്തിന് പുറപ്പെടുന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞ വിശ്വസിക്കൂല ആള്. പിന്നെ ഈ ഫിറഔന് ഇത്രയും ഭീകരനായ ഈ ഭരണാധികാരിയെ അട്ടിമറിച്ച് അയാളുടെ ഭരണം ഇല്ലാതാക്കി മൂസ അവിടെ ഒരു ഭരണം സ്ഥാപിക്കുകയും ആ ജനതയ്ക്ക് മോചനം കൊടുക്കുകയും ചെയ്യുമെന്ന് മൂസയുടെ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ ആരും വിശ്വസിക്കൂല. ലോകത്തുണ്ടായ മാറ്റങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു വ്യക്തിയിൽ നിന്നോ ഒറ്റപ്പെട്ട അത്രയൊന്നും പ്രസക്തനല്ലാത്ത ആളുകളിൽ നിന്നാണ് ലോകത്തുണ്ടായ മാറ്റങ്ങളൊക്കെ. നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെ എനിക്ക് കാണാൻ കഴിയുന്നത് ലോകത്തുണ്ടായ മാറ്റങ്ങളൊക്കെ അങ്ങനെ. അവർ 1-ാം തീയതി തുടങ്ങുമ്പോൾ അവർക്ക് ഭ്രാന്താണെന്ന് പറയും. 1-ാം തീയതി തുടങ്ങുമ്പോൾ അവർക്ക് ഭ്രാന്താണെന്ന് പറയും. ഇന്ന് നിങ്ങൾ എഴുതി വെച്ചോളൂ, ഇന്ന് ലോകത്ത് ഒന്നാമതെന്ന് പറയുന്ന പല രാജ്യങ്ങളും ഒരു 10-200 വർഷങ്ങൾക്കുള്ളിൽ ചരിത്രത്തിലേക്ക് തള്ളപ്പെടും. ചരിത്ര രേഖയായി അവർ മാറും. ഇത് കാലത്തിന്റെ ഒരു പോക്കാണ്. ഇതിന് തടഞ്ഞു നിർത്താൻ കഴിയില്ല. ആരെങ്കിലും അതിന് നിമിത്തമാവുന്നു മാത്രം. ഇത് അള്ളാഹുവിന്റെ സുന്നത്താണത്. ഇതിന് മാറ്റമില്ല. പക്ഷെ അത് അവര് ലോകം അടക്കി ഭരിച്ച്
സർവാധിപതികളായി നിൽക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഒന്നാമതായി അതിനെതിരിൽ ഒരു ആശയ രംഗത്ത് വരുന്ന ആ ആളെ സംബന്ധിച്ച് ചിലപ്പോൾ നമുക്ക് ഭ്രാന്തെന്നോ വെറുതെയെന്നോ വൃഥാവിലുള്ള പ്രവർത്തനങ്ങളെന്നോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതൊരു ഫലസിദ്ധിയിലേക്ക് എത്തുമ്പോഴേ അതിൻ്റെ ഇത് കിട്ടുള്ളൂ. അപ്പൊ അതാണ്, ഒരു പ്രവർത്തന രംഗത്ത് നിരാശനാകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കണം. ഇതൊക്കെ വിജയിക്കോ, ഇതൊക്കെ ലോകം ഈ സത്യം കാണുമോ എന്നൊന്നും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ നിരാശപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഖുർആനിലെ പല നിർദ്ദേശങ്ങളും ഇല്ലായ്മയിൽ നിന്ന് വന്ന ആളുകളാണ് ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയത്. പല ഉന്നതരുമെന്ന് പറയുന്ന ആളുകൾ ചരിത്രത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന ചരിത്രം ഖുർആൻ പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. വെറുതെ ചരിത്രം കേട്ട് രസിക്കാനല്ല, അതിലൊക്കെ പാഠങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ആയത്ത് വിശദീകരിക്കാം. യാ അയ്യുഹന്നാസ്, യാ എന്നുള്ള അറബി അക്ഷരം, അത് ഭാഷ കുറച്ച് വിശദീകരിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ആയത്തന്നെ വീണ്ടും വിശദീകരിക്കാൻ തെരഞ്ഞെടുത്തത്. അന്ന് പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ചെയ്തത്. യാ എന്ന് പറഞ്ഞാൽ അറബിയിൽ വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരാണ് യാ എന്നുള്ളത്. അതില്ലാതെയും വിളിക്കാം. ഖുർആനിൽ ഒരു സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട്, സൂറത്ത് യൂസുഫിൽ അയ്യത്തുഹൽ ഐറു എന്ന് പറഞ്ഞിട്ടുണ്ട്. കച്ചവട സംഘമേ, അവിടെ യാ ഉപയോഗിച്ചിട്ടില്ല. അപ്പോ യാ എന്നില്ലാതെ തന്നെ വിളിക്കാൻ പറ്റുമോ എന്ന് നീ സംശയിക്കണ്ട. അങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒന്നും കൂടി നല്ലത് യാ അയ്യുഹ എന്ന് പറഞ്ഞിട്ടാണ്. അയ്യു എന്നുള്ളത് വേറെയാണ്, ഹ എന്നുള്ളത് വേറെയാണ്. ഇത് ഓരോ അക്ഷരങ്ങൾ. യാ എന്നുള്ള അക്ഷരം വേറെ, അയ്യു വേറെ, ഹ വേറെ. ഹ എന്നുള്ള അക്ഷരം തംബീഹിന്റെ അക്ഷരമാണ്, ഉണർത്താൻ, മനുഷ്യന്റെ ചിന്തയെ ഒന്ന് ഉണർത്താൻ. അതാണ് ഹ എന്നുള്ള അക്ഷരം അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ മനുഷ്യരെ എന്ന് പറഞ്ഞാൽ മതി, ഹേ മനുഷ്യരെ എന്ന് വേണ്ട. അത് ഹേ കുറച്ച് അധികമാണ്. നീ ഹേ മനുഷ്യരെ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മനുഷ്യരെ എന്ന് പറഞ്ഞാൽ തന്നെ ഹേ മനുഷ്യരെ എന്ന് അതിലുണ്ട്. അത് ഓരോ ഭാഷക്കും ഓരോ പ്രയോഗമാണ്. പക്ഷെ നമ്മളെ മുഫസ്സിരീങ്ങൾ അധികവും ഈ യാ എന്നുള്ള അക്ഷരം നീ വിട്ടുകളഞ്ഞു എന്ന് പേടിക്കട്ടാന്ന് വിചാരിച്ചിട്ട് ഹേ മനുഷ്യരെ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ ഒന്നുകൂടി നല്ല ഭാഷ മനുഷ്യരെ എന്നാണ്, അതിൽ പെട്ടു. അപ്പൊ യാ എന്നുള്ളത് ഒന്ന്, അയ്യു എന്നുള്ളത് വേറെ, ഹ എന്നുള്ളത് വേറെ. മൂന്നും കൂടിയിട്ടാണ് യാ അയ്യുഹ എന്നുള്ളത്. ഹ എന്നുള്ളത്, അയ്യു എന്നുള്ളത് ഇസ്തിസ്നാക്ക് ഉപയോഗിക്കുന്നതാണ്, തഖ്സീസിന് ഉപയോഗിക്കുന്നതാണ് അയ്യു. അതാണ് ഈ മുഹമ്മദ് നബിയെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്നത് തഖ്സീസിനാണെന്നുള്ളത് ഒരു തർക്കമൊക്കെ ഇവിടെ നടന്നിരുന്നത് പണ്ട് മൗലവില്ല കാലഘട്ടത്തിൽ. അത് നിദാ അല്ല തഖ്സീസാണ് എന്ന് പറഞ്ഞിട്ട് നിരന്തരമായ, അതായത് അത് പ്രത്യേകമാക്കുക. തഖ്സീസ് എന്ന് പറഞ്ഞാൽ ആമ് ഖാസ്. ആമ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് പറയാം, ജനറലായിട്ട് പറയാം. ഖാസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമാക്കുക. അതാണ് തഖ്സീസ്, സ്പെഷ്യലൈസ് ചെയ്യാം. അസ്സലാമു സലാമുണ്ടാകട്ടെ അലൈക്ക് അങ്ങേക്ക് എന്ന് പറഞ്ഞാൽ അയ്യുഹൻ നബി, നബീനെ ഒന്ന് തഖ്സീസ് ആക്കാനാണ്, അല്ലാതെ നബിനെ വിളിക്കല്ലാന്ന്. അതിന് മൗലവി പറഞ്ഞിട്ടുണ്ട്, യാ അല്ലെങ്കിൽ തന്നെ വിളിയാവുന്നില്ലേ. അത് ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്ത് യൂസുഫിലെ ആയത്ത് തന്നെയാണ് മൗലവി തെളിവ് കൊടുത്തത്. അയ്യത്തുൽ ഖൈറു, കച്ചവട സംഘമേ. അപ്പൊ യാ എന്നില്ലാതെ വിളിയാവൂലാന്ന് തർക്കിക്കാനൊന്നും നിൽക്കണ്ട. യാ ഇല്ലെങ്കിലും ഖുർആനികമായി നിദായിന്റെ ഹർഫായ യാ ഇല്ലെങ്കിലും അയ്യുഹ പറഞ്ഞാലും വിളിയാവും. ഹ എന്നുള്ള അക്ഷരം തംബീഹിന് വേണ്ടിയിട്ടാണ്, മനുഷ്യ ചിന്തയെ ഒന്ന് തട്ടി ഉണർത്താൻ. മനുഷ്യ അവനെ ഒന്ന് അതാണ് ഹാവു തംബീഹ് എന്നാണ് അതിന് ഭാഷാപരമായിട്ട് പറയാം. ഹാവു തംബീഹ്, തംബീഹിന്റെ അക്ഷരമായ ഹ. മനുഷ്യ മനസ്സിനെ, ചിന്തയെ, ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ ചിന്തയെ ഒന്ന് ഉണർത്താൻ, അതിനു വേണ്ടിയിട്ടാണ്. അതിന് ആ അക്ഷരത്തെ ഹാവു തംബീഹ് എന്നാണ് പറയാം. അന്നാസ് എന്ന് പറഞ്ഞ മനുഷ്യർ, ജനങ്ങൾ. അത് ഞാൻ അന്ന് സൂചിപ്പിച്ചല്ലോ, ജനങ്ങളെ ആണ് ഖുർആൻ കാണുന്നത്, മനുഷ്യരെയാണ് ഖുർആൻ കാണുന്നത്. ഖുർആന്റെ അഭിസംബോധന തന്നെ മനുഷ്യരാണ്. ലോകത്തിന്റെ പ്രശ്നവും തന്നെയാണ് കേട്ടോ. ഹിന്ദു അഴിമതി കാണിച്ചാൽ ഹിന്ദുവിന് കുഴപ്പമില്ല, ഹിന്ദു ആരാന്റെ മുതൽ വളച്ചു കെട്ടിയാൽ ഹിന്ദുവിന് കുഴപ്പമില്ല. മുസ്ലിം മന്ത്രിയാണ് അഴിമതി കാട്ടണമെങ്കിൽ മുസ്ലിമിന് വലിയ കുഴപ്പമില്ല, മുസ്ലിമാണ് അക്രമം കാണിക്കണമെങ്കിൽ മുസ്ലിമിന് വലിയ കുഴപ്പമില്ല. ക്രിസ്ത്യാനിയാണ് അക്രമവും വളച്ചു കെട്ടണതെന്ന് ആരാന്റെ മുതൽ കട്ടുനിർത്തണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് കുഴപ്പമില്ല. അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. 14 പാരീസിലെ ആളുകൾ കൊല്ലപ്പെട്ടപ്പോ ലോകം മുഴുവൻ ഇളകി. ഇറാഖിലും ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ഫലസ്തീനിലും
പിഞ്ചു പൈതങ്ങള് ഒരു കുറ്റവും ചെയ്യാത്ത ലക്ഷക്കണക്കിന് കുട്ടികൾ കൊല്ലപ്പെട്ടപ്പോ അത് മുസ്ലിമിന്റെ കുട്ടിയായിരുന്നു, അവിടെ ആർക്കും ഇളക്കല്ല. ഇത് മാറണം എന്നാ പറയണത്. ഇത് മാറി അക്രമത്തിന് വിധേയനാകുന്നത്, ചൂഷണത്തിന് വിധേയനാകുന്നത്, പീഡനത്തിന് വിധേയരാകുന്നത് മനുഷ്യരാണോ അവിടെ പ്രതികരിക്കാൻ തയ്യാറാകണം. ഈ കാഴ്ചപ്പാട് ഉണ്ടെങ്കിലേ ഇത് വായിക്കണ്ടുള്ളൂ എന്നാ പറയണം. ഈ കാഴ്ചപ്പാട് നിങ്ങൾ പറയുന്നുണ്ടോ എങ്കിൽ ഖുർആൻ വായിക്കുക. മുസ്ലിമിന് വേണ്ടിയിട്ടാണ് ഖുർആൻ വായിക്കണമെങ്കിൽ, കുറച്ച് 4 താടിക്കാർക്ക് വേണ്ടിയിട്ടാണ് ഖുർആൻ വായിക്കണമെങ്കിൽ വായിക്കാതിരിക്കുകയാണ് നല്ലത്. മനുഷ്യരുടെ പ്രശ്നം പറയാനാണെങ്കിൽ ഖുർആൻ വായിക്കണം. അതാണ് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. പിന്നെ യാ അയ്യുഹല്ലദീന ആമനൂന്നില്ലേ ഉണ്ട്, യാ അയ്യുഹൽ കാഫിറൂന്നില്ലേ ഉണ്ട്, മുനാഫിക്കീങ്ങളെന്നില്ലേ ഉണ്ട്, മുശ്രിക്കീങ്ങളെന്നില്ലേ ഉണ്ട്. അതൊക്കെ എന്തെന്ന് പറഞ്ഞാൽ ഇവന്റെ കാറ്റഗറൈസ്, ഇവന് ഈ നന്മയോടും സത്യത്തോടുമുള്ള അവന്റെ നിലപാടുകൾക്കനുസരിച്ചുള്ള അവന്റെ വിഭജനമാണ്, അവന്റെ ഈ മനുഷ്യന്റെ തന്നെ വിഭജനമാണ്. അല്ലാതെ ഇവനെ മാറ്റി നിർത്തപ്പെടാണ്ട വിഭജനമല്ല. ഇവൻ നന്മയോട് അവന് സ്വീകരിക്കുന്ന, നീതിയോട്, സത്യത്തോട്, ധർമ്മത്തോട്, ദൈവിക മാർഗനിർദ്ദേശങ്ങളോട് അവൻ സ്വീകരിക്കുന്ന നിലപാടുകൾക്കനുസരിച്ചുള്ള വിഭജനമാണത്. ഇതനുസരിച്ച് ഭൂമിയിൽ സമാധാന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളെ യാ അയ്യുഹല്ലദീന ആമനു, കാരണം അങ്ങനെ ഒരു കാറ്റഗറി ഇവിടെ വേണം. അങ്ങനെ ഇല്ലാതെ ഇത് എക്സിക്യൂട്ടീവ് ചെയ്യാൻ കഴിയില്ല, ഇത് നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പൊ ഇത് നടപ്പിലാക്കുന്ന എക്സിക്യൂട്ടീവുകൾ, ഇത് നടപ്പിലാക്കുന്ന ഈ ആശയം ഭൂമിയിൽ സമാധാനം പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളായി ഒരു ജനത എപ്പോൾ മാറുന്നുവോ, അവൻ രാമനാണെങ്കിലും യാ അയ്യുഹല്ലദീന ആമനുവാണ് അവൻ, അവൻ ജോസഫ് ആണെങ്കിലും യാ അയ്യുഹല്ലദീന ആമനുവാണ് അവൻ. ഭൂമിയിൽ ശാന്തിയും സമാധാനവും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, സമൂഹത്തിന് ശാന്തിയും സമാധാനവും നൽകാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി പേര് ജോസഫാ. യൂസുഫ് ഇട്ടിട്ടില്ല, അറബിയിൽ യൂസുഫ് ആക്കിയിട്ടില്ല, എന്തോ ജന്മം കൊണ്ട് ജോസഫായതാ. പക്ഷേ അവൻ ഈ യാ അയ്യുഹല്ലദീന ആമനുവാണ്. മനസ്സിലായോ? നേരെ മറിച്ച് അബ്ദുള്ള, ദേവദാസ് എന്നാണ് പേര്, അറബിയിൽ അബ്ദുള്ള ഇട്ടില്ല, അബ്ദുള്ള അറബിയിൽ ഇട്ടില്ല. പാവം ഈ മലയാളത്തിലാ, കേരളത്തിലാ ജനിച്ചത്, അതുകൊണ്ട് ദേവദാസിനെ ഇട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഭൂമിയിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കാനും മനുഷ്യർക്ക് എന്തെങ്കിലും നന്മ ചെയ്തു കൊടുക്കാനും ആണെങ്കിൽ അവൻ ഈ യാ അയ്യുഹല്ലദീന ആമനുവാണ്. അപ്പൊ ഇതിന്റെ കാറ്റഗറൈസ് ചെയ്തത് ഇവന്റെ ഈ പ്രത്യയശാസ്ത്രങ്ങളോടുള്ള അവന്റെ സമീപനത്തിലാണ് ഈ വിഭജനം എന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റുമുട്ടലുണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മനുഷ്യന് ഏറ്റുമുട്ടലുണ്ട്. പക്ഷേ ആ ഏറ്റുമുട്ടൽ പിശാചിനോട് മാത്രമേ മനുഷ്യന് ഏറ്റുമുട്ടലുള്ളൂ. വേറെ ഒരു വ്യക്തിയോട് മനുഷ്യന് ഏറ്റുമുട്ടാൻ ഖുർആൻ പറയുന്നില്ല. ഖുർആനിൽ ഏറ്റുമുട്ടലുകളുണ്ട്. ആരോട്? പിശാചിനോട് ഏറ്റുമുട്ടലുണ്ട്. പിശാച് ആരാണ്? അവനിൽ തന്നെയുള്ള ചീത്ത വികാരങ്ങളാണ്, അവനിൽ തന്നെയുള്ള തിന്മയാണ്, അവനിൽ തന്നെയുള്ള നെഗറ്റീവ് വികാരങ്ങളാണ്. ഇതാണ് പിശാച്. വേറെ ഏതാ? നിങ്ങൾ ഖുർആൻ കൊണ്ട് വായിച്ചിട്ട് ഇതല്ലാത്ത ഒരു പിശാചിനെ നിങ്ങൾ കണ്ടെത്തി എനിക്ക് പറഞ്ഞു തന്നാൽ മതി. അപ്പൊ മനുഷ്യന് ഏറ്റുമുട്ടാൻ ഒരു ശക്തിയേ ഉള്ളൂ, അത് അവന്റെ പൈശാചികതയോടുള്ള ഏറ്റുമുട്ടലാണ്. അതിനി എവിടെ തരയണം? രാത്രി വരുമോ? ഇവർ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കാണ്. പിശാച് വരും, ആത്മാവ് വരും, മറ്റത് വരും. ഇത് ഞാൻ പറഞ്ഞു, ആത്മാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ആത്മാവ് മരിച്ചാൽ എവിടുന്നാ ഇവൻ ശക്തി പ്രാപിക്കണത്? എനിക്കറിയാം. എന്റെ 2 കാലും പോയി, ഈ ആത്മാവിന് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് സഹായം നടക്കാൻ സഹായിക്കാൻ ഈ ആത്മാവിന് പറ്റുമോ? ഇല്ല. വേറെ 2 കാല് വെക്കന്നെ വേണം. എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, ഈ ആത്മാവ് എനിക്ക് ഈ ശരീരത്തിൽ ജീവൻ ഉണ്ടാവുമ്പോ ഈ ആത്മാവ് സഹായിക്കോ? ഇല്ല, കണ്ണട തന്നെ വേണം. എന്റെ ഈ ചെവി 2 അറുത്തെടുത്തു, എന്റെ ശരീരത്തിൽ ജീവനുണ്ട്, പക്ഷെ ഈ ജീവനുള്ള ശരീരത്തിൽ ഈ ആത്മാവ് സഹായിക്കുവോ? ഞാൻ ചോദിച്ചു അവരോട്, ഈ ജീവനുള്ള ശരീരത്തിൽ എന്റെ ചെവി 2 അറുത്തെടുത്തു, നിങ്ങൾ ഈ പറയുന്ന ആത്മാവ് എനിക്ക് ചെവി കേൾക്കാൻ സഹായിക്കുവോ? ഇല്ല. എന്റെ ഈ ജീവൻ ഉണ്ടായിരിക്കെ നിങ്ങൾ പറയുന്ന ഈ ആത്മാവ് എനിക്ക് ഒരു സഹായവും ചെയ്തതായിട്ട് കാണില്ല. പിന്നെ എന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ ഈ ആത്മാവിന് പിന്നെ എവിടുന്നാ ശക്തി കിട്ടുന്നത്? പിന്നെ ഈ ആത്മാവ് എവിടുന്ന?
പിന്നെ രാത്രി വരും, പിന്നെ 27-ാം രാവിന് വരും, പച്ചക്കിളികളുടെ രൂപത്തിൽ പാറിക്കളിക്കും, അള്ളാന്റെ അർശിന്റെ നാലോറും പാറിക്കളിക്കും. അവൻ മറ്റൊരാളുടെ മേത്ത് കയറും, എന്നിട്ട് ആ മേത്ത് പ്രവർത്തിക്കും. എനിക്ക് ജീവൻ ഉണ്ടാവുമ്പോൾ തന്നെ ഈ ആത്മാവ് എന്റെ ശരീരത്തിൽ ഒരു പ്രവർത്തനം, ഒരു ഹെൽപ്പും ചെയ്യുന്നതായിട്ട് എനിക്കില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. എന്റെ കാഴ്ചശക്തി കുറച്ച് കമ്മിയായപ്പോ എന്നാ ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലം സൈദലവി അല്ലെങ്കിൽ അബൂക്കറെ അല്ലെങ്കിൽ മഹമ്മദെ എന്നെ ഞാൻ സഹായിച്ചോളാം എന്റെ കാഴ്ചക്ക് എന്ന് പറഞ്ഞ ആത്മാവ് എന്നെ സഹായിച്ചിട്ടില്ല. എന്നോട് കണ്ണട വെക്കാൻ പറഞ്ഞു ഡോക്ടർ. അപ്പൊ കണ്ണട വെച്ചപ്പോ കാണാൻ തുടങ്ങി, വേറൊന്നുമില്ല. അപ്പൊ ഇത് വെറുതെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഈ ആത്മാവ്, ചേക്കുട്ടിപ്പാപ്പ, ശൈത്താൻ, ജിന്ന്. ഇതൊക്കെ നീ ഒരു 200 കൊല്ലം കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്ന് എഴുതി വെക്കും. നിങ്ങൾ എഴുതി വെച്ചോളി എവിടെയെങ്കിലും. ഇങ്ങനെ ഒരു 200 നൂറ്റാണ്ട് മുമ്പ് 2000-ാം ആണ്ടിൽ കേരളത്തിൽ ജിന്നിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്നെഴുതി. ലോകം അവിടുന്നൊക്കെ പോകും. ലോകത്തിന് ഇതിനൊന്നും ഒഴിവില്ല. നിങ്ങൾ എഴുതി വെച്ചോളി എവിടെയെങ്കിലും ഒരു ബുക്കിൽ. 200 കൊല്ലം കഴിഞ്ഞ് വരുന്ന കുട്ടികൾ വായിക്കും. ചരിത്രത്തിൽ 2000-ാം ആണ്ടിൽ കേരളത്തിൽ കുറച്ച് മതപുരോഹിതന്മാർ ജിന്നിനെ കുറിച്ചും ശൈത്താനെ കുറിച്ചും തർക്കിച്ചിരുന്നു എന്ന് എഴുതി വെക്കും. അവർക്ക് അങ്ങനത്തെ ഒരു ഇൽമന്നെ ഉണ്ടാവില്ല. ലോകം ഇവിടുന്നൊക്കെ പോകും. ഇതിന് പിന്നെ 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും ഇൽമുൽ കലാം ചർച്ച ചെയ്തിരുന്നു എന്ന് എഴുതി വെക്ക്. ഇപ്പൊ ഇൽമുൽ കലാം ആർക്കെങ്കിലും ഉണ്ടോ? അന്ന് സൂഫിസം ചർച്ച ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ന് സൂഫിസം ഉണ്ടോ? എവിടെയുള്ളത്? അന്ന് ഫിലോസഫി, അവിടുത്തെ അന്നത്തെ ഫിലോസഫി കേട്ടോ, ഇപ്പോഴത്തെ ഫിലോസഫി അല്ല. അന്നത്തെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഫിലോസഫി എന്ന് പറഞ്ഞാൽ അത് വിഷയം പോകുള്ളൂ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഫിലോസഫി എന്ന് പറഞ്ഞാൽ അള്ളാഹ് 7-ാം ആകാശത്തിരിക്കുകയും ഇവിടുന്ന് എന്റെ ഈ സംസാരം 1-ാം ആകാശത്തേക്ക് കൊടുക്കുകയും അത് 2-ാം ആകാശത്തേക്ക് കൊടുക്കുകയും അത് 3-ാം ആകാശത്തേക്ക് കൊടുക്കുകയും ഇങ്ങനെ പാസ് ചെയ്തിട്ട് 7-ാം ആകാശത്തേക്ക് അള്ളാഹ്ക്ക് എത്തുകയും ചെയ്തിരുന്ന ചർച്ചകൾ ഇങ്ങനെ 3 നൂറ്റാണ്ട് ഈ ചർച്ചയിൽ പോയി. 3 നൂറ്റാണ്ടാണ് മുസ്ലിങ്ങളുടെ ഈ ചർച്ചയിൽ പോയത്. നിസ്സാര കൊല്ലാണിത്, നിസ്സാര കൊല്ല. 3 നൂറ്റാണ്ടാണ് അന്നത്തെ ഫിലോസഫി ചർച്ച ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളുടെ 300 കൊല്ലം നഷ്ടപ്പെടുത്തിയത്. ഇൽമുൽ കലാമിന്റെ ചർച്ച, സൂഫിസത്തിന്റെ ചർച്ച, ഫിലോസഫിയുടെ ചർച്ച, അള്ളാഹു കദീമാണോ പുതിയതാണോ, അള്ളാഹു ജദീദാണോ പുതിയതാണോ, കദീം പഴയതാണോ എന്ന ചർച്ച 3 നൂറ്റാണ്ട് നഷ്ടപ്പെടുത്തി. ഞാൻ ആ പുസ്തകങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു വായിച്ചിട്ട് ഭ്രാന്ത് വന്നിട്ട്. ഇങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടോ? അതായത് ഞാനിപ്പോ എന്റെ ഈ സംസാരം 1-ാം ആകാശത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോകത്തരെ, എങ്ങനെയെന്ന് അറിയില്ല. പിന്നെ 2-ാം ആകാശത്തിലേക്ക് കയറിപ്പോകത്തരെ. അള്ളാഹുടെ ഇൽമു പുതിയതാകാൻ പാടില്ല. അള്ളാഹുവിന്റെ സിഫത്ത് പുതിയതായ ദാത്ത് പുതിയതാവും. അപ്പൊ അള്ളാഹു പണ്ടക്കും പണ്ടേ ഉള്ളതാണെന്നുള്ളത് പോകും. ഇങ്ങനെ നിരന്തരമായ ചർച്ച. ഒരു വസ്തുവിന്റെ സിഫത്ത് പുതിയതായാൽ ദാത്ത് പുതിയതാവും, അതിന്റെ ബേസ് പുതിയതാവും. അപ്പൊ അള്ള പുതിയതാണ്, അപ്പൊ അള്ളാഹു കദീമാണെന്നുള്ളത് പോയി എന്നാ ചർച്ച. ഇത് ഞാൻ എന്റെ ഉസ്താദന്മാരോട് ചോദിച്ചു, ഇത് നിർത്താൻ എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ ഈ ചർച്ച എന്നിട്ട് മനുഷ്യന്റെ ജീവിതത്തിന് ഉതകുന്ന വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പറയുന്നത്. എത്ര 1000 കൊല്ലം നഷ്ടപ്പെടുത്തി. ഇനി നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ ജിന്നും ശൈത്താനൊക്കെ 200 കൊല്ലം കഴിഞ്ഞ അന്നത്തെ കുട്ടികൾക്ക് കേട്ടുകേൾവിയാക്കാരം ഇങ്ങനെ ഒരു ചർച്ച ഒരു നാട്ടിൽ നടന്നിരുന്നു എന്ന് കേട്ടുകേൾവിയാക്കാരം. താടിയെക്കുറിച്ച് ഒരു ചർച്ചയും വാഗ്വാദവും സംവാദവും നടന്നിരുന്നു ഒരു നാട്ടിൽ എന്ന് എഴുതി വെച്ചു. ആയിരിക്കാം. അപ്പോ മനുഷ്യന് ഏറ്റുമുട്ടാനുണ്ട്. ആരോടാണ് ഏറ്റുമുട്ടാനുള്ളത്? അവനോട് തന്നെയാണ്. അവനോട് തന്നെ എന്ന് പറഞ്ഞാൽ അവനിൽ ആരോടാണ്? അവന്റെ തിന്മയോട്, അവനിലുള്ള തിന്മയോട്, അവനിലുള്ള പൈശാചികതയോട്, അവനിലുള്ള ദുശ്ചിന്തകളോട്, അവനോടാണ് ഏറ്റുമുട്ടാനുള്ളത്. ആ ദുശ്ചിന്തകളാണ്, ആ പൈശാചികതയാണ് ആദമിനെ ഉന്നതമായ ജീവിത നിലവാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്. ഇനി മനുഷ്യന് ഏറ്റുമുട്ടാനുള്ളത് ആ പൈശാചികതയോടാണ്. അങ്ങനെ ഏറ്റുമുട്ടിയാൽ വീണ്ടും അവന് സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാം. ഇതാണ് ഖുർആന് പറയാനുള്ളത്. ആകത്തുക പറയാനുള്ളത് അതാണ്. ആകത്തുക ഖുർആന് പറയാനുള്ളത് ഇതാണ്. അപ്പൊ മനുഷ്യൻ ആരോടാ ഏറ്റുമുട്ടാനുള്ളത്? അവനോട് തന്നെ, അവന്റെ പൈശാചികതയോട് തന്നെ. അതാണ് യാ യുഹന്നാസ്, മനുഷ്യര്. അവന് ഹിന്ദുവിനോട് ഏറ്റുമുട്ടാനില്ല, ക്രിസ്ത്യാനിയോട് ഏറ്റുമുട്ടാനില്ല, ജൂതനോട് ഏറ്റുമുട്ടാനില്ല. അവനിൽ തന്നെയുള്ള അവന്റെ പൈശാചികതയോട്, അവന്റെ തെറ്റായ ചിന്തയോട്, തന്റെ സഹജീവിയെ ഏതെങ്കിലും ദോഷകരമായി വരുന്ന പ്രവർത്തനങ്ങളോട് അതിനെ തടയിടാനുള്ള ഏറ്റുമുട്ടലാണ്. തന്റെ സഹജീവികളിൽ അത്തരം ദുശ്ചിന്തകളുണ്ടെങ്കിൽ അതിനെ പരിവർത്തിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അവന് ചെയ്യാനുള്ളത്. അവനെ കൊന്നൊടുക്കാനുള്ള പ്രവർത്തനങ്ങളല്ല. അവനെ
ശാരീരികമായി ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളല്ല ഖുർആൻ പറയുന്നത്. അവിടേക്ക് ഇനി നമ്മൾ വിഷയങ്ങൾ വരുന്നുണ്ട്. അവിടേക്കാണ് ഇനി വിഷയങ്ങൾ, ഇനി ലോകത്തിന്റെ ചർച്ച. ഇപ്പോ ആധുനിക ലോകം ആവശ്യപ്പെടുന്ന ഖുർആനിന്റെ ചർച്ച അവിടേക്കാണ്. കഴിയുമെങ്കിൽ ആ രംഗത്ത് ഖുർആന്റെ ജിഹാദും ഖുർആനിന്റെ ഖിത്താലും ഖുർആനിന്റെ ഷഹീദുമൊക്കെ ഒരു പുതിയ വിഷയമായിട്ട് ലോകത്തെ ചർച്ച ചെയ്യപ്പെടേണ്ട കാലഘട്ടമാണ്. മനുഷ്യന് മനുഷ്യനോട് തന്നെയാണ് ഏറ്റുമുട്ടാനുള്ളത്. അതുകൊണ്ട് മനുഷ്യരെ, അതാണ് ഓബുദു എന്ന വിധേയപ്പെടുക, അനുസരിക്കുക എന്നാണ്. അബദ ഐന് ബാ ദാല് എന്നാണ് അതിന്റെ റൂട്ട്. ഐന് ബാ ദ, അത് ആരാധന എന്നല്ല, അള്ളാഹ്ക്ക് വേണ്ടി താടി വെക്കൂന്നല്ല, അള്ളാഹ്ക്ക് വേണ്ടി ദിക്ർ ചെല്ലൂന്നല്ല, അള്ളാഹ്ക്ക് വേണ്ടി കുമ്പിടൂന്നല്ല, അള്ളാഹ്ക്ക് വേണ്ടി പട്ടിണി കിടക്കൂന്നല്ല, അള്ളാഹ്ക്ക് വേണ്ടി ഈ അണ്ടകടാഹങ്ങൾ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അള്ളാഹിനെ മക്കത്ത് പോയിട്ട് ആ വീടൊന്ന് ചുറ്റി വരുന്നല്ല. അതല്ല അതിന്റെ അർത്ഥം. ഇസ്രായേൽ ജനതയോട് പറഞ്ഞു, ഫറോവയോട് പറഞ്ഞ ഖുർആൻ, ലഖദ് അബത്ത ബനി ഇസ്രായേൽ, നീ ഇസ്രായേൽ ജനതയെ അബത്ത, നിനക്ക് വിധേയപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഓലെ കൊണ്ട് ഫിറൗന് ഇബാദത്തെടുപ്പിച്ചിരിക്കുന്നു, ഫിറൗന് വേണ്ടി താടി വെപ്പിച്ചിരിക്കുന്നു എന്നല്ല, ഫിറൗന് വേണ്ടി ദിക്ർ ചെല്ലിപ്പിച്ചിരിക്കുന്നു എന്നല്ല, ഫിറൗന് വേണ്ടി നിസ്കരിപ്പിച്ചിരിക്കുന്നു എന്നല്ല. അവിടെ അബദാന പറഞ്ഞത്. ലക്കത് അബത്ത, ദാലും താവും കൂടി കൂട്ടി വായിച്ചപ്പോ അബത്താനാക്കിയതാ. വായിക്കുമ്പോ എഴുതുമ്പോ ദാല് വേണം. ദാലും താവും അടുത്ത് വന്നാൽ ഒരക്ഷരത്തിന്റെ ഹർക്കത്തിനെ മറ്റൊന്നിലേക്ക് കൂട്ടിയിട്ട് അബത്താന്ന് വായിക്കണം. ദാലില്ലാന്ന് തെറ്റിദ്ധരിക്കട്ട. ലഖദ് അബത്ത ബനി ഇസ്രായേൽ, ഇസ്രായേൽ ജനതയെ നീ അബുദുകളാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ വേണ്ട രൂപത്തിൽ നിങ്ങൾ അവരെ അടിമകളാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അലം ആഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ, പിശാചിനെ ഇബാദത്തെടുക്കരുത്. പിശാചിനെ ആരാ അവിടെ നിസ്കരിക്കണത്? ആരാ പിശാചിനെ നിസ്കരിക്കണത്? ആരാ പിശാചിന് വേണ്ടിയിട്ട് മക്കത്ത് ഏത് തീർത്ഥാടനം നടത്തുന്നത്? ആരാ പിശാചിന് വേണ്ടി താടി വെക്കണത്? ആരാ പിശാചിന് വേണ്ടി പിശാജ് വിക്രി ചെല്ലണേ? ഇബാദത്ത് യാ ബനി ആദം അലം മാഴ്ഹദ് ഇലൈക്കും, ഓ ആദം മക്കളെ, അലം മാഴ്ഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളോട് കരാറ് വാങ്ങിയിട്ടില്ലേ? അല്ലാ തഅബുദു ശൈത്താൻ, ശൈത്താന് നിങ്ങൾ വഴിപ്പെടരുതെന്നാണ്. പൈശാചികതക്ക് നിങ്ങൾ കീഴ്പ്പെടരുത്, വിധേയപ്പെടരുത്. നിങ്ങളിലെ തന്നെ പൈശാചികതക്ക് നിങ്ങൾ വിധേയപ്പെടരുത് എന്നാണ് പറഞ്ഞത്. അല്ലാതെ പിശാചിന്റെ ഇബാദത്തെടുക്കാൻ തന്നെ ആരാ പിശാചിനെ ഇബാദത്തെടുക്കാൻ? പിശാചിന്റെ വള്ളി ഉണ്ടോ? ശൈത്താൻ വള്ളി ഞാൻ കണ്ടിട്ടില്ല. ശൈത്താൻ ഒരു ആരാധന തീർത്ഥാടന കേന്ദ്രം ഉണ്ടോ? ഒക്കെ അള്ളാഹ്ക്കന്നെ, ഭൂമിയിലുള്ളതൊക്കെ അള്ളാഹ്ക്കേ ഉള്ളൂ. ഏതെങ്കിലും ദൈവത്തിന്റെ പേരിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളെ ലോകത്തുള്ളൂ. ശൈത്താന്റെ തീർത്ഥാടന കേന്ദ്രം എവിടെ? ശൈത്താന് ദിക്ർ ചെല്ലുന്നവരെവിടെ? ശൈത്താന് താടി വെക്കുന്നവരെവിടെ? ശൈത്താന് വേണ്ടി മീശ പഠിക്കുന്നവരെവിടെ? അള്ളാന്റെ ഒരു ഇടങ്ങേറാലോചിച്ചൊക്കെ. ഇതിനൊക്കെയാണ് കൂലി കൊടുക്കുന്നത്. താടി വെക്കണേന്, മീശ പഠിക്കണേന്, ഇതിനൊക്കെയാണ് കൂലി. സ്വർഗം വളരെ എളുപ്പമാണ്. ഇവരുടെ 5 നേരം കുമ്പിടുക, 30 ദിവസം നോമ്പ് നോലിക്കുക, മക്കത്തൊന്ന് പോയി വരിക, സ്വർഗം ഷുവറല്ല. എത്ര സിമ്പിളാണ്. ഒരു പന്ത് ഉരുണ്ട് വീണ അത്രേ ഉള്ളൂ. ഒരു കിണറ്റിലേക്ക്, ഒരു കുഴിയിലേക്ക് പന്ത് ഉരുണ്ട് വീണ അത്ര എളുപ്പമാണ് സ്വർഗം കിട്ടാൻ. ഇതിപ്പോ അവിടെ പോയിട്ട് എന്താ സംഗതി? അവിടെ പോയിട്ട് ഇതൊക്കെ തന്നെയാണ് സംഗതി. അപ്പൊ എന്ത് ഞാൻ മനുഷ്യന് ഒരു സുഖം അനുഭവിക്കാൻ പാടില്ല പറയണം. മനുഷ്യന് ശരീരത്തെ പീഡിപ്പിക്കണം, അവന്റെ ആത്മാവിനെ പീഡിപ്പിക്കണം, എന്നാലേ സ്വർഗം മോക്ഷം കിട്ടുള്ളൂ എന്നാ. ഒരു സുഖം അനുഭവിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നരകത്തിൽ കിടന്ന ആത്മാക്കളല്ലേ ശക്തി പ്രാപിക്കേണ്ടത്? കാരണം വെറും പീഡനം തന്നെ. സ്വർഗത്തിൽ കിടക്കുന്ന ആത്മാക്കൾ ശുഷ്കിച്ച് ഇല്ലാതാകാൻ വേണ്ടത്, സുഖിച്ചിട്ടേ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സ്വർഗം തന്നെ. ഇവര് പറയുന്ന ത്യാഗങ്ങൾ സഹിക്കണം, പീഡനങ്ങൾ സഹിക്കണം, ഒരു സുഖം അനുഭവിക്കരുതപ്പെടെ. നമ്മൾ എടങ്ങാറാകണം, എന്നാലേ സ്വർഗം കിട്ടുള്ളൂ. നമ്മൾ ആത്മാവിനെ എടങ്ങാറാക്കണം, എന്നാലേ സ്വർഗം കിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ അതാ ചോദിച്ചു. സ്വർഗത്തിൽ പോയ ആത്മാക്കളൊക്കെ സുഖിച്ച് അവസാനം ഇല്ലാതാകുക. നരകത്തിൽ പോയ ആത്മാക്കളൊക്കെ എടങ്ങാറായി പീഡനം സഹിച്ച്, ദുരിതങ്ങൾ സഹിച്ച് ഒരു ഉയർച്ചയിലേക്ക് വരിക ചെയ്യാം.
അത് വെറുതെ പറയണം. ഇതൊക്കെ കുറച്ച് ആളുകൾക്ക് മാത്രം സുഖം മാത്രം ഓൾക്ക് മാത്രം ആക്കി വെക്കാനുള്ള നമ്പറുകളാണത്. ജനങ്ങളോട് നിങ്ങൾ മക്കളെ ക്ഷമിച്ചോളി, നിങ്ങൾക്ക് വരാനുണ്ട്. ഇത് ഞങ്ങളെ പോലത്തെ കുറച്ച് ഭരണകർത്താക്കളും പുരോഹിതന്മാരും അനുഭവിക്കട്ടെ, നിങ്ങളവിടെ ഇരുന്നോളി, നിങ്ങൾക്ക് വരാനുണ്ട്, ബേജാറാകണ്ട എന്ന് ഈ പറ്റനെ പറഞ്ഞ് പറ്റിക്കാനുള്ള നമ്പറുകളല്ലേ. ഇതാർക്കും അറിയാമോ? അപ്പൊ അബദ എന്ന് പറഞ്ഞാൽ വിധേയപ്പെടുക, അതിന്റെ കൽപ്പനക്രിയയാണ് ഉഅ്ബുദ്. ബഹുവചനം പറയുമ്പോൾ ഉഅ്ബുദു. കുറച്ച് ഭാഷ വരാൻ വേണ്ടിയിട്ടന്ന് ഞാനത് പറഞ്ഞതാണ് നിങ്ങളോട്. ഐന് ബാ ദാല് ഇതാണ് അതിന്റെ റൂട്ട്. അബദ വിധേയപ്പെടുക, അനുസരിക്കുക, കീഴ്പ്പെടുക എന്നാണ് അർത്ഥം. ആരാധിക്കുക എന്നില്ല. ഇവരെന്നെ തർക്കിക്കുമ്പോൾ, മുജാഹിദും ജമാഅത്തും തർക്കിക്കുമ്പോഴല്ലേ അക്സ റായത്ത് തദല്ലുലി വൽ ഖുദൂ, ഇബാദത്തിന്റെ അർത്ഥം അക്സ റായത്ത് തദല്ലുലി വൽ ഖുദൂ എന്ന് ഇവരെന്നെ വാദപ്രതിവാദങ്ങൾ കേട്ട് കേട്ട് മടുത്തതാ ഞാനൊക്കെ. അന്ന് ഓടി തന്നെ എന്ത് വിരാന്തായിരുന്നു എനിക്കറിയില്ല. തല്ലുണ്ടാകുമ്പോ ഓടി തന്നെ കിണറ്റിൽ വീഴാതെ രക്ഷപ്പെട്ടവർക്ക് അന്ന് ഭാഗ്യം. രാത്രി 12 മണിക്ക് ഓടല്ലേ. ഇത് അക്സ വായത്തെ തദല്ലുലി വൽ ഖുദൂ, ഇത് തല്ലേണ്ടതല്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് തല്ലാനുള്ളതല്ല, ഒരാളെ പോലും ശത്രുവാക്കാനല്ല, മിത്രമാക്കാനാണെങ്കിൽ ഇത് വായിച്ചോളി. അല്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് കിതാബ് പ്ലീസ് നടക്കുക. അതാണ്. അപ്പൊ അക്സ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വായത്തെ തദല്ലുലി വൽ ഖുദൂ, വിധേയത്വത്തിന്റെയും താഴ്മയുടെയും അങ്ങേ അറ്റം. അതാണ് ഇബാദത്ത് എന്ന് ഇവരുടെ പരിഭാഷയാണ്. ജമാഅത്ത് മുജാഹിദ് നിരന്തരം തർക്കിച്ചിരുന്നതാണത്. അക്സ വായത്തെ തദല്ലുലി വൽ ഖുദൂ, വിധേയത്വത്തിന്റെയും താഴ്മയുടെയും അങ്ങേ അറ്റം. അതാണ് ഇബാദത്ത്, ആരാധനയല്ല. ഇതാരാ പറയാത്തത്? ഇതാരാ പറയാത്തത്? അതന്നെയാണ് ആരാധന, അതന്നെയാണ് ഇബാദത്ത്. അപ്പൊ ദൈവീകതയ്ക്ക് വേണ്ടി റബ്ബിന് എന്ന് പറഞ്ഞാൽ നിന്റെ വളർച്ചക്ക്, നിന്റെ പുരോഗതിക്ക് ആവശ്യമായ ദൈവീക വ്യവസ്ഥിതിക്കും ദൈവീക നിയമങ്ങൾക്കും നീ വിധേയപ്പെട്ട മനുഷ്യ എന്നാണ്. ദാഹിച്ച വെള്ളം കുടിച്ചോന്ന എളുപ്പം പറഞ്ഞ അതല്ല അതിന്റെ വ്യവസ്ഥിതിയാണ്. അല്ല ഞാൻ വെള്ളം കുടിക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ ദുരന്തം നീ അനുഭവിച്ച കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കെന്താ കുഴപ്പം? അതാണ് തെർബിയത്ത് എന്ന് പറഞ്ഞതാണ്. ഒരു മനുഷ്യനെ തെർബിയത്ത് ചെയ്യാന്നാണ്, സാംസ്കാരികമായി വൈജ്ഞാനികമായി അവനെ വളർത്തിക്കൊണ്ടുവരിക എന്നാണ് തെർബിയത്ത്. അതാണ് റബ്ബ്. റബ്ബി തെർബിയത്ത്. വിദ്യാഭ്യാസ മന്ത്രിക്ക് വസീറു തെർബിയത്ത് എന്നാ പറയാ. വിദ്യാഭ്യാസ മന്ത്രി അത് ഞമ്മളുടെ വകയല്ല കേട്ടോ, ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന വാക്കാ വസീറു തെർബിയത്ത്. മനുഷ്യനെ സാംസ്കാരികമായും വൈജ്ഞാനികമായും വളർത്തിക്കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ട മന്ത്രി, അതാണ് വസീറു തെർബിയ. അത് എവിടുന്നുണ്ടായത്? റബ്ബി തെർബിയത്ത്. റബ്ബി തെർബിയത്ത്, മനസ്സിലായോ? റബ്ബ ഒരു മനുഷ്യനെ വൈജ്ഞാനികമായി വളർത്തിക്കൊണ്ടുവരിക, സാംസ്കാരികമായി വളർത്തിക്കൊണ്ടുവരിക, അതാണ് റബ്ബ്. ഒരു മനുഷ്യനെ സാംസ്കാരികമായും വൈജ്ഞാനികമായും വളർത്തിക്കൊണ്ടുവരാൻ ഉതകുന്ന ദൈവീക നിയമങ്ങൾക്ക് നീ വിധേയപ്പെട്ടോ. അത് മനുഷ്യ നിനക്ക് വേണ്ടിയിട്ടാണ്, നിനക്ക് വേണമെങ്കിൽ വഴിപ്പെട്ടോ. രണ്ടിന് തോന്നിയാൽ ചെയ്തതാണ്. അത് വെറുതെ 4-5 മണിക്കൂർ ഞാൻ ചെയ്യൂല എന്ന് വാശി പിടിച്ച് നടക്കണ്ട. അതിന്റെ ദുരന്തം നിനക്ക് അനുഭവിക്കേണ്ടി വരും. മൂത്രമൊഴിക്കാൻ തോന്നുകയാണെങ്കിൽ കഴിയുന്നതും ഒഴിഞ്ഞ ഒരു സ്ഥലം വേഗം പോയിട്ട് അത് ചെയ്യാം. ഇല്ല, ഞാൻ ദൈവത്തിന്റെ വ്യവസ്ഥിതിയെ ലംഘിക്കും, അതിനെ വെല്ലുവിളിക്കും, അതിന് എനിക്ക് കഴിയുമെന്നും പറഞ്ഞ് നീ വെല്ലുവിളിക്കാനാ നിൽക്കണമെങ്കിൽ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ചെയ്തോ. പക്ഷെ അതിന്റെ ദുരന്തം നീ തന്നെ ഏറ്റെടുത്തു, എനിക്കല്ല. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിലാകാൻ പറഞ്ഞ 2-3 ഉദാഹരണം. ഇങ്ങനെ പ്രാപഞ്ചികമായ നിങ്ങളുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും പുരോഗതിക്കും ആവശ്യമായ ദൈവികമായ ഏതൊക്കെ വ്യവസ്ഥിതികളും നിയമങ്ങളുമുണ്ടോ ആ നിയമങ്ങൾക്കൊക്കെ നീ വിധേയപ്പെടുക, അനുസരിക്കുക, അതിന്റെ അവബോധം നീ നിന്നിൽ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് മനുഷ്യ നീ ചെയ്യുന്നത്. എത്ര സിമ്പിളാണ്. ഇവിടെ നിന്റെ നല്ല നില അതിനി നിയമസംഹിതകളാവുമ്പോ അങ്ങനെ. ഞാൻ ശാരീരികമായ 2-3 ഉദാഹരണം പറഞ്ഞത്. ഇനി ഇവന്റെ സാംസ്കാരികമായ വളർച്ചയ്ക്ക്,
ഇവന്റെ വൈജ്ഞാനികമായ വളർച്ചയ്ക്ക്, മനുഷ്യന്റെ ഏകോപനത്തിന്, കെട്ടുറപ്പിന്, ഇങ്ങനെ ഏതേതൊക്കെ മേഖലകളിൽ ദൈവികമായ മാർഗനിർദ്ദേശങ്ങളുണ്ടോ ആ മാർഗനിർദ്ദേശങ്ങൾക്ക് നീ വിധേയപ്പെടുക, ആ മാർഗനിർദ്ദേശങ്ങൾക്ക് നീ അനുസരിക്കുക. അല്ലത് ഈ ഹലക്കും നിന്നെ സാംസ്കാരികമായി രൂപപ്പെടുത്തിയ, അതാണ് ഹലക്ക. അല്ലാതെ ഇവനെ ആ മണ്ണുകൊണ്ട് മോൾഡ് ചെയ്തിട്ട് ഒരു മനുഷ്യന്റെ കോലുണ്ടാക്കിയിട്ട്, ഒരു മനുഷ്യക്കോലുണ്ടാക്കിയിട്ട് അല്ല ഈ പ്രതിമയിലേക്ക് അള്ളാന്റെ റൂഹ് ഒരൊറ്റ ഊത്ത്, അതിൽ പിന്നെ മൂപ്പരുണ്ട് ഈ ബൊമ്മയിലേക്കില്ലേ ചാവി കൊടുത്തിട്ട് വിട്ടാതെ പോലെ ആദമു നടക്കാൻ തുടങ്ങിയെന്ന. ഇവനെ രൂപപ്പെടുത്തിയെടുത്തതാണ് മനുഷ്യന്റെ സംസ്കാരാണത്. ധാർമ്മിക മൂല്യങ്ങളിലാണ് നിങ്ങളെ രൂപപ്പെടുത്തിയെടുത്ത. അതാണ് ഖുലുക്ക്. നബിയോട് പറഞ്ഞല്ലോ, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നീ മഹത്തായ ധാർമ്മിക മൂല്യങ്ങളുള്ള മഹത്തായ ഒരു സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ ഉടമയാണ് നീ. അതാണ് ഖുലുക്ക്. ഇവന്റെ ക്രിയേഷൻ, ഇവന്റെ ഫിസിക്കൽ അല്ല, ഇവന്റെ മാനസികമായി, വൈജ്ഞാനികമായി, സാംസ്കാരികമായി, ധാർമ്മികമായി ഇവനെ ക്രിയേറ്റ് ചെയ്യാനത്. അതാണ് ഇവൻ തുറാബിലേർന്നു, മണ്ണിലേർന്നു. ഞാൻ ഇവിടെ വന്നപ്പോ തുറാബിന്റെയും സുൽബിന്റെയും ഇടയിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന്. അത് ഇന്ദ്രിയത്തുള്ളി. അതൊക്കെ സൈലം എന്നോ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിക്കണം. മുതുകല്ലിനകത്തൊരു ഇന്ദ്രിയം ഉണ്ടാകണം. പൊന്നാരല്ലേ പറയണം, കൃഷ്ണത്തിനുണ്ടാകണം. അത് പോട്ടെ, അത് അവിടേക്ക് അവന്റെ സുൽബ്, അവന്റെ ഉറച്ച ദൃഢമായ അവസ്ഥയാണത്. സുൽബ് അതാണ് ഉറച്ചതും. തുറാബ് അതാണ് തറായിബ്. തുറാബിന്നാണ് തറായിബ് ഉണ്ടായത്. അവന്റെ വളരെ മ്ലേച്ഛമായ അവസ്ഥയിൽ നിന്നും ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിന്നാണ് ഈ ജലത്തിൽ നിന്ന് ഞാൻ മനുഷ്യനെ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് എന്നാണ്. അതിൽ നിന്നാണ് മനുഷ്യനെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അതാണ് മനുഷ്യന് വളരെ മോശപ്പെട്ട, അതാണ് തുറാബ്. അതാണല്ലോ അവിടെ നിന്നാണ് ഇവരിപ്പോ സമ്മതിക്കണ്ട്. ഞാൻ ചോദിച്ചു, ബിത്തുറാബി അല്ലല്ലോ, മണ്ണ് കൊണ്ടല്ലോ എന്ന് ചോദിച്ചു. അത് ശരിയാണ്. മിനത്തുറാബി അല്ലേ ചോദിച്ചു. ഇവനെ മണ്ണിൽ നിന്നല്ലേ എടുക്കണത് എന്ന് ചോദിച്ചു. ഇവന് ചെളിയിൽ നിന്നാണ്. ബിത്തുറാബി എന്നല്ല, മണ്ണ് കൊണ്ടല്ല. ഒരു ബിയും ഒരു മീനും ചെറിയ വ്യത്യാസമല്ല. അക്ഷരം ചെറുതേ ഉള്ളൂ, പക്ഷെ വ്യത്യാസം വലിയ അർത്ഥാണേ. ഇവന് അതിൽ നിന്നാണ് എടുക്കുന്നത്. സാംസ്കാരികമായി, വൈജ്ഞാനികമായി ചെളിയിൽ കടന്നിരുന്ന ഒരു ജനതയെ, ഒരു സമൂഹത്തെ, ഒരു മനുഷ്യനെ അവന് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ധാർമ്മികമായി, സാംസ്കാരികമായി അവനെ പൊക്കിക്കൊണ്ടുവരികയാണ്. അപ്പോഴാണ് ഈ ചേതന അവനിലേക്ക് ഊതുന്നത്. ഈ റോഹങ്ങൾ കേട്ടുമടുത്തതാണ്, അതുകൊണ്ട് അത് വിശദീകരിക്കണില്ല. ഈ നവചൈതന്യം, ഈ ചൈതന്യാണ് ചത്ത് കിടക്കുന്ന മനുഷ്യന് ഒരു ചൈതന്യം കൊടുക്കുകയാണ്, ജ്ഞാനം കൊടുക്കുകയാണ്. ചൈതന്യം കൊടുക്കാന്നാണ്. ഇത് എത്ര വലിയ ചൈതന്യമാണ്. നിങ്ങളൊരു 5-8 കൊല്ലം മുമ്പുള്ള ആളപ്പോൾ ഇത് കിട്ടിയപ്പോൾ നിങ്ങൾ ആരോടുന്നത് പ്രത്യേകിച്ച് നിങ്ങളോടുന്നാണ് നമുക്ക്. ഞാനങ്ങനെ ആലോചിച്ചു, ഞാൻ മുജാഹിദാകുമ്പോൾ സുന്നിയൊക്കെ എതിരാ, കാപിര്യങ്ങൾ പാവങ്ങൾ നരകത്തിലേക്ക് ഇങ്ങനെ പോവുക. ഇപ്പൊ ഒരു പ്രശ്നമല്ല. സുന്നി നമുക്ക് ഒരു മനുഷ്യൻ പാവം സാധു, ഒരു മുജാഹിദ്, ഒരു ഹിന്ദു, ആരും നമുക്ക് പ്രശ്നമില്ല. എത്ര മനസ്സ് വിശാലാകണം. നിങ്ങളുടെ തുറന്ന മനസ്സാണ്. ഇൻഷിറാഹു സദർ എന്നൊക്കെ അന്ന് പഠിച്ചപ്പോ ഓപ്പറേഷനാന്നാ മനസ്സിലാക്കിയത്. ഹൃദയവിശാലതാണ്. ഹൃദയവിശാലത എപ്പോഴാണ് മനസ്സിലാകുന്നത്? ഈ ഹൃദയത്തിന്റെ ആഴവും പരപ്പും എത്രമാത്രം വിശാലാണെന്ന് ഇപ്പൊ നമുക്ക് ഉൾക്കൊള്ളാൻ, എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഒരു പണിയില്ല. മറ്റത് അയലോക്കത്തെ സുന്നിനെ, ഏട്ടനായ സുന്നിനെ ഉൾക്കൊള്ളാൻ ഇടങ്ങേറാ. പണി നരകത്തിലേക്ക് പോകും. ഇത് എത്രയായാലും വെക്കാനായി ഏറ്റക്കില്. ഇപ്പൊ മനുഷ്യ നിനക്ക് വേണമെങ്കിൽ എടുത്തോ, വേണ്ടെങ്കിൽ വേണ്ട, ഒരു കുഴപ്പമില്ല. അതിന്റെ ദുരന്തം നീ തന്നെ ഏറ്റെടുത്തോ, ഒരു പ്രശ്നമല്ല. എന്താ ഹൃദയം കൂടി തുറക്കാണ്. ഇത് ഭയങ്കര, അതാണ് പറയണത്. ഇത് മനുഷ്യന് ഈ ചൈതന്യം എന്ന് പറയുന്നത്, ഈ നവചൈതന്യം, ഈ റൂഹ് ചില്ലവർ റൂഹല്ല കേട്ടോ. ഈ ഒരു ചേതന, ഈ ചൈതന്യം മനുഷ്യന്റെ മനസ്സിൽ, അതാണ് റൂഹ്. അല്ലാതെ ഇവര് പറയുന്ന പാറിക്കളിക്കുന്ന റൂഹ് ഖുർആൻ അന്യമാണ്. ആരാന്റെ ദേഹത്തും നമ്മളാണ് മരിക്കണോടുകൂടി എന്റെ റൂഹ് പോയിട്ട് അയമോട്ടിയുടെ മേത്ത് കയറുന്ന റൂഹ് എനിക്ക് അന്യമാണ്. ആകാശത്തു കൂടി പറന്നു നടക്കുന്ന റൂഹ് അന്യമാണ്. രാത്രി വന്ന് വീടിന് കല്ലെറിയുന്ന റൂഹ് ഖുർആൻ അന്യമാണ്. ഈ വായന ആരാ മോശമെന്ന് പറയാം?
ഇതിൽ എന്ത് അന്ധവിശ്വാസമുള്ളത്? എന്ത് യുക്തിരാഹിത്യമാണുള്ളത്? എന്ത് യുക്തി ചിന്തക്കെതിരാണുള്ളത്? ഒരു മനുഷ്യന് വൈജ്ഞാനികമായി സാംസ്കാരികമായി ഒരു നവചേതന, ഒരു നവചൈതന്യം അവനിൽ ഉയർത്തിയുണ്ടാക്കി അവനെ സാംസ്കാരികമായി വൈജ്ഞാനികമായി അവന് ഉയർന്നു വരണമെന്ന ഈ ചിന്ത ആർക്കാണ് ദോഷം? ഏത് ജനതക്കാണ് ദോഷം? നന്മയല്ലാതെ, ഗുണമല്ലാതെ, പുരോഗതിയല്ലാതെ, ഐശ്വര്യമല്ലാതെ, ശാന്തിയല്ലാതെ, സമാധാനമല്ലാതെ ഏത് ജനതക്കാണ് ഇത് ദോഷം പകരുന്നത്? ഏത് യുക്തി ചിന്തക്കാണ് ഇത് എതിരാവുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ ഖുർആൻ കൈവിടാത്തത്. ഇത് എന്റെ ബുദ്ധിക്കോ എന്റെ യുക്തിക്കോ എന്റെ ചിന്തക്കോ ഇത് തടസ്സം നിന്നിട്ടില്ല. നേരെ മറിച്ച് രാത്രി വന്ന് കല്ലെറിയുന്ന റൂഹാണെങ്കിൽ വേണ്ട ആ ശല്യം. അതില്ലാതെ തന്നെ സുഖമായിട്ട് കുഴപ്പമില്ലാതെ ജീവിക്കാലോ. രാത്രി ശൈത്താനറിയില്ലല്ലോ. എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ കല്ലേറിയലായിരുന്നു പ്രശ്നം. നിരന്തരം ഏറ്, ഇടങ്ങേറായി. തമാശവരല്ല, നിരന്തരം ഏറ്. അന്ന് ആ നാട്ടിലൊക്കെ കല്ലേറ. നാട്ടിലുള്ള ആൾക്കാരൊക്കെ കാവലൂത്തിരണം. ആരത് എറിയണത് കണ്ടുപിടിക്കാം. ഒരു വ്യക്തിയുടെ മാനസിക വിഭ്രാന്തിയാണ് ഈ വിശ്വാസത്തിൽ നിന്ന് വന്ന മാനസിക വിഭ്രാന്തിയാണ്. ഈ വ്യക്തി തന്നെ, ആ വ്യക്തിനെ അപ്പൊ പറയുന്നില്ല, എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട് കല്ലെടുത്തെറിയാണ് അവരെന്നെ. ഏതോ ചെറുപ്പത്തിൽ അവരുടെ മനസ്സിൽ രൂഢമൂലമായ ഒരു അന്ധവിശ്വാസത്തിൽ നിന്ന് ഉയർന്ന ഒരു പ്രവർത്തനാണ്. ഇതൊരു നാട്ടിനെ മുഴുവൻ കുഴപ്പത്തിലാക്കി. കണ്ടുപിടിച്ചു, ചികിത്സ കൊടുത്തു. ഇതാണ് പ്രശ്നം. അപ്പൊ ഇത് ഇങ്ങനത്തെ ഈ ആത്മാക്കളെ കുറിച്ച്, രാത്രി വരുന്ന ആത്മാക്കളെ കുറിച്ച്, 27,000 നെയ്യപ്പം തിന്നാൻ വരുന്ന ആത്മാക്കളെ കുറിച്ച്, അരിശിൽ പാറിക്കളിക്കുന്ന ആത്മാവിനെ കുറിച്ച് ഐ ഡോണ്ട് കെയർ. ഇത് എല്ലാ മതവിശ്വാസങ്ങളിലും ഉണ്ട് ഇങ്ങനത്തെ ആത്മാക്കൾ. ഹൈന്ദവ പുരാണങ്ങളിലുണ്ട്, ക്രൈസ്തവരിലുണ്ട്, ഇസ്ലാമിലുണ്ട്. ഇതൊക്കെ ഒന്നിന്റെ ബാക്കി പത്രങ്ങളാണ്. ഇതൊക്കെ ഹൈന്ദവ പുരാണങ്ങളിൽ ഇങ്ങനത്തെ ദേവതകളും ദേവിമാരും ആത്മാക്കളും എത്രയെന്ന് നിങ്ങൾക്ക് അറിയോ? വായിച്ച അന്ന പൊട്ടിയ ഇതൊക്കെ എന്തിനാ അത്? നേരെ മറിച്ച് ഒരു മനുഷ്യനൊരു നവ ചൈതന്യം, അവന് സാംസ്കാരികമായി ഒരു ചൈതന്യം കൊടുത്ത് അവന്റെ ഹൃദയത്തെ തുറന്ന് ഒരു മനുഷ്യനാക്കി വിടുന്ന ആ റൂഹിനെ കുറിച്ചാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ആ റൂഹാണെങ്കിൽ ഒന്നുകൂടി വായിക്കും. ആ ആയത്ത് ഒന്നുകൂടി വായിക്കുന്നു പറയും ഞാൻ. ആ ആയത്താണെങ്കിൽ ഒന്നുകൂടി വായിക്കും. നേരെ മറിച്ച് മറ്റേ ശൈത്താനാണെങ്കിൽ അത് ഇവർ ഈ അന്ധപ്രാകൃത ജനതകൾ ഉണ്ടാക്കി തീർത്ത വിശ്വാസമാണ്. അള്ളാഹും മലക്കുകളും ആകാശത്ത്, മനുഷ്യന് ഭൂമിയിലും, ശൈത്താനും കുട്ടിപ്പാപ്പയും ചേക്കുട്ടിപ്പാപ്പയും ജിന്നും ഒക്കെ ഭൂമിക്കടിയിലും. ഇങ്ങനെ ഓലിക്ക് അങ്ങനെ രൂപപ്പെട്ട് അവരുടെ ഭാവനയിലുണ്ടായ കഥകളാണ്. അതൊന്നും ഖുർആനിന്റെ കഥകളല്ല. അപ്പോ ഹലക്കാന്ന അവിടുന്ന് പോകുന്നത് ലാമ് കാപ്പ്. ഹലക്കാന്ന് പറഞ്ഞാൽ ധാർമ്മികമായി രൂപപ്പെടുത്തുകയാണ്. അതാണ് ഹുലുക്ക്, അവന്റെ സ്വഭാവത്തിൽ രൂപപ്പെടുത്തുക. നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും ധാർമ്മികമായി നിങ്ങളെ രൂപപ്പെടുത്തിയ നിങ്ങളുടെ സൃഷ്ടാവിന്റെ, നിങ്ങളുടെ രക്ഷിതാവിന്റെ നിയമസംഹിതകൾക്ക് മനുഷ്യ നീ വിധേയപ്പെടുക, നീ അതിന് കീഴ്പ്പെടുക. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും ധാർമ്മിക മൂല്യങ്ങളിൽ രൂപപ്പെടുത്തിയ നിങ്ങളുടെ രക്ഷിതാവിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് നിങ്ങൾ വിധേയപ്പെടുക, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി. ഇതാണ് അതിന്റെ നേരെ വാക്കർത്ഥം. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി, നിങ്ങൾ ദൈവത്തിന്റെ വിധിവിലക്കുകളെ, പ്രത്യാഘാതങ്ങളെ സൂക്ഷിക്കുന്നവരാകുന്നതിന് വേണ്ടി. ലഅല്ലക്കും തത്തഖൂൻ, അതാണ് തഖ്വ. അല്ലാതെ അള്ളാനെ പേടിക്കാനല്ല, ഒരു പേടിക്കണ മതം ഉണ്ടാക്കാനാണല്ല. അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ പേടിയുണ്ട്. ഇനി അതിൽക്കൂടി ഒരാളെയും കൂടി പേടിക്കാനാണെങ്കിൽ സോറി, അങ്ങനെ വേണ്ട. അതാ ഒരാൾ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ യഥേഷ്ടം പേടികളാ, ഇഷ്ടം പോലെ പേടികളാ. അതിൽക്കൂടി ഇനി ഒരള്ളാനെയും കൂടി പേടിച്ചാനാണ് ഈ കിതാബെങ്കിൽ അതല്ല. ഈ ദൈവിക മാർഗനിർദ്ദേശങ്ങളെ ലംഘിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി, സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയിട്ട്. അതാണ് അതിന്റെ അർത്ഥം. അതെന്താ സൂക്ഷ്മത? സൂക്ഷ്മത തന്നെ. സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ? അതിന്റെ ദുരന്തം ഉണ്ടാവുന്ന ഓർത്തോളി, കുഴപ്പമില്ല. അക്രമം ചെയ്താൽ എന്താ? അതിന്റെ കുഴപ്പമുണ്ടാവും. നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതിനാണിത് പറയുന്നത്. നിങ്ങൾ വിധേയപ്പെട്ടോളി.
ഞാൻ വളരെ ചെറിയ ഉദാഹരണത്തിലേക്ക് നേരത്തെ പറഞ്ഞ ആ ചെറിയ ഉദാഹരണത്തിലേക്ക് പറയാം. മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് മൂത്രമൊഴിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അതിന്റെ ദുരന്തം നിങ്ങളുടെ ശരീരം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന അതിന്റെ പ്രത്യാഘാതത്തെ നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇതിന് വിധേയപ്പെടണം, ഇതിന് വിധേയപ്പെട്ടോളിയും എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അത് നിയമസംഹിതകളുടെ അടുത്തെടുക്കുമ്പോൾ അത്, ശരീരത്തിന്റെ പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ അത്, സാമൂഹിക അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അത്, ഒരു ഭരണരംഗത്തുണ്ടാകുന്ന അവസ്ഥകൾ ദൈവിക നിർദ്ദേശങ്ങളാകുമ്പോൾ അത്, ഇതൊക്കെ എന്തിനാണ് ഇതിന് നിങ്ങൾ വിധേയപ്പെടണം എന്ന് പറയുന്നത്? അതിന്റെ ദുരന്തങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങുന്നവരാകാതിരിക്കാൻ വേണ്ടി, അതിന് നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. മൂപ്പര് അന്ന് ഇറങ്ങിയപ്പോ എന്നോടൊരു കാര്യത്തിൽ സൂറത്ത് എന്നാണ്, അത് വിശദീകരിക്കാം. ഞാൻ സമയം ഉണ്ടെങ്കിൽ പിന്നെ വിശദീകരിക്കും. സൂറത്ത് എന്ന് പറഞ്ഞാൽ, സൂറത്ത് എന്ന് പറഞ്ഞ അധ്യായമല്ലേ? സൂറത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് വേഗം പറഞ്ഞു മതിലാണെന്ന് പറഞ്ഞു, പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. സൂറത്ത് എന്ന് പറഞ്ഞ ഈ മിമ്മാനസൽനാലാബിദിന എന്ന് പറഞ്ഞ എന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടുന്ന വ്യക്തിക്ക് ഞാൻ അവതരിപ്പിച്ചു കൊടുത്തത് എന്ന് പറയുന്നതിന് ഇതിന്റെ തൊട്ടടുത്ത മുമ്പുള്ള വചനത്തിൽ വാൻസൽനാല് മിനസ്സമായി അതാണ് ഇറക്കി കൊടുത്തത്, ആ ജലം, ദൈവികമായ ജലം. എന്നിട്ട് പിന്നെ തൊട്ടടുത്ത വചനം പറയുന്നത് എന്റെ ദാസന് ആ അവതരിപ്പിച്ചു കൊടുത്തതിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ ഇറക്കി കൊടുത്തത്? വാൻസൽനാ മിനസ്സമായി എന്ന് തൊട്ട് 22-ാമത്തെ വചനത്തിൽ. എന്നിട്ടാണ് 23-ാമത്തെ വചനത്തിൽ വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസൽനാ, ഞാനിപ്പോൾ എന്റെ ദാസന് ഇറക്കിക്കൊടുത്ത അതിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ സൂറത്തിൽ. സൂറത്ത് എന്ന് പറഞ്ഞാൽ മതിലാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ മുഴുവൻ സംരക്ഷിക്കാനും സ്വാധീനിക്കാനും പറ്റുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ഒരു ചുറ്റുമതിൽ. ഒരു വീടിനോ ഒരു സമൂഹത്തിനോ സംരക്ഷണമായി വെക്കുന്ന മതിലിനാണ് അറബിയിൽ സൂറത്ത് എന്ന് പറയാം. സൂറത്ത് അധ്യായം എന്നല്ല. എടുത്തു നോക്കിക്കോളിങ്ങള്, ഏതെങ്കിലും ഡിക്ഷണറി മലയാളത്തിൽ കുടിയിലുണ്ടെങ്കിൽ എടുത്തു നോക്കിക്കോ. സൂറത്ത് എന്ന് പറഞ്ഞാൽ മതിൽ എന്നാണ്. ഒരു വ്യക്തിക്കാകാം, ഒരു വീടിനാകാം, ഒരു തോട്ടത്തിനാകാം, വേറെ എന്തിനുമാകാം. അതിന്റെ സംരക്ഷണമായി നമ്മൾ കെട്ടുന്ന വേലിക്കോ മതിലിനോ ആണ് സൂറത്ത് എന്ന് പറയാം. അതാണ് സൂറത്ത്. മാനവരാശിയുടെ നന്മക്കും പുരോഗതിക്കും കെട്ടുറപ്പിനും ആവശ്യമായ, അവരുടെ ജീവിതത്തെ സ്വാധീനിക്കാനും അവ ഡെവലപ്മെന്റ് ആക്കാനും ആവശ്യമായ ഇതിന് തത്തുല്യമായ ഒന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്നവരാണ്. ഒന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നാണ് ഇതാ പറഞ്ഞത്. അതാണ് സൂറത്ത്. അല്ലാതെ അൽക്കാരിയത്തും അൽക്കാരിയ ഒമാദ്രാക്ക മൽക്കാരിയാന്ന് ഏതോ ഒരാൾ കൊണ്ടുവന്നു എന്ന പേര് ആ ഒരു അധ്യായം. അൽക്കാരിയ മൽക്കാരിയാന്നനുസരിച്ചിട്ട് എന്താന്ന് പറഞ്ഞാൽ അതിനൊക്കെ അനുസരിച്ച് ഞങ്ങൾ പഠിച്ചിരുന്നത്. അങ്ങനെ ഉണ്ടാക്കി നോക്കി കുറെ ആൾക്കാർ. ഉണ്ടാക്കാന്നല്ല, ഇതിന് തത്തുല്യമായ ഒന്ന്. ഇതിന് തത്തുല്യം എന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറമൊന്നുമില്ലല്ലോ. ഒരു വിഷയത്തിൽ അവസാന വാക്ക് പറഞ്ഞാൽ പരമമായ സത്യം എന്ന് പറഞ്ഞാൽ ഇനി അതിന്റെ അപ്പുറം നോണയല്ലാതെ എന്താ പറഞ്ഞ? അൽ ഹക്കു എന്ന് പറഞ്ഞ വഖുലിൽ ഹക്കു മിർ റബ്ബിക്കും എന്ന് പറഞ്ഞ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ളതാണ് പരമമായ സത്യം. ഇനി അതിന്റെ അപ്പുറം പരമമായ നോണയുള്ളൂ. നീ എന്താ അതിന് അപ്പുറം വെക്കാനുള്ളത്? മനുഷ്യരുടെ ഏകോപനവും മനുഷ്യരുടെ ഐക്യവും മനുഷ്യരുടെ വിമോചനവും പറഞ്ഞ പിന്നെ ഇന്ത്യക്കാരുടെ വിമോചനം പിന്നെ എന്തായാലും ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? ഖുർആൻ പറയുന്നത് മനുഷ്യരുടെ ഐക്യമാണ്. മനുഷ്യരെ ഭിന്നിക്കരുത്, മനുഷ്യരെ നിങ്ങൾ ഒന്നാകണം. അത് നാളെ ഞാൻ പറഞ്ഞു. കാനന്നാസ ഉമ്മത്തൻ വാഹിദത്തൻ, മാനവരാശി ഒരൊറ്റ സമൂഹമായിരുന്നു. ആ ഒരൊറ്റ ഏകകത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് ഖുർആനിന്റെ ദൗത്യം. അതാണ് മുഹമ്മദ് ചെയ്ത ദൗത്യം. അതാണ് ആ ഏകകത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. ഇനി അതല്ല, ആ ഒരു യൂണിറ്റി അല്ല വേണ്ടത്. ആ ഒരു യൂണിറ്റി അല്ല വേണ്ടത്. ഇന്ത്യക്കാർ ഈ മതങ്ങളാണ് കേട്ടോ ഇതിനൊക്കെ പ്രശ്നം. ഞാൻ പറഞ്ഞു ഈ മതങ്ങളൊന്ന് ഈ ലോകത്തുനിന്ന് പോയെങ്കിൽ നന്നായിരുന്നു എന്നാ ഞാൻ പറഞ്ഞു. നമ്മൾക്ക് കേരളക്കാർക്ക് ഒന്നിക്കാം മലയാളം എന്ന ഭാഷയുടെ പേര്. പക്ഷേ നമ്മളെ ഒന്നിപ്പിക്കുന്നതിന് തടസ്സം എന്താണ്? നമ്മുടെ മതമാണ്, നമ്മുടെ മതമാണ്.
നമ്മുടെ മതമാണ്. ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണ് മുസ്ലിമിനോട്, ക്രിസ്ത്യാനിയോട് യോജിക്കാത്തത്, മുസ്ലിമിനോട് യോജിക്കാത്തത്. നേരെ മറിച്ച് ഈ മതങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിൽ മലയാള ഭാഷ എന്ന പേരിലെങ്കിലും നമുക്കൊന്നിക്കാമായിരുന്നു. കാണാൻ ചൊറുക്കുള്ള അയലോക്കത്തുള്ള ഒരു പെണ്ണിനെ കെട്ടാമായിരുന്നു. ഇത് ഈ മൂടിപ്പൊളിച്ച കറുത്ത കുപ്പായിട്ട ഈ പെണ്ണിനെ തന്നെ ഇടങ്ങാറായിട്ട് കിട്ടാനില്ല. ഇതിനെ കെട്ടേണ്ട ഇടങ്ങാറെന്താ? എന്താണ്? നമ്മുടെ അയൽക്കാരന്റെ പായസം കുടിക്കായിരുന്നു. പൊന്നുപോന്റെ പായസം കുടിക്കാൻ പറ്റുന്നില്ല. ഈ ഇടങ്ങാറല്ലേ? അപ്പൊ മനുഷ്യനെ ഈ ഭിന്നിപ്പിച്ചതിൽ മുഴുവൻ ഈ മതങ്ങളാണ്. ഈ മതം ചില്ലറ ദുരന്തമല്ലട്ടോ മതം ഉണ്ടാക്കി. എത്ര ആയിരം ജനങ്ങളെ കൊന്നൊടുക്കുന്നത്, എത്ര ആയിരം സ്ത്രീകളുടെ, കോടാനുകോടി സ്ത്രീകളുടെ അധ്വാന ഫലങ്ങളെ മുഴുവൻ നശിപ്പിച്ചു, അടിമകളാക്കി, പീഡിപ്പിച്ചു, ദുരന്തത്തിലാക്കി. ഇനിയും ഈ മതങ്ങൾ ഇനിയും എവിടേക്കായി പോണത്? എന്തിനാ ഈ മതം? അതാ ഞാൻ പറഞ്ഞ, മതങ്ങൾ ലോകത്തുണ്ടാക്കിയ പിത്തന കുറച്ചൊന്നല്ല. ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒരു കല്ലറയ്ക്ക് വേണ്ടി എത്ര ആയിരം കോടി മനുഷ്യരെ കൊന്നൊടുക്കിയത് ഒരു കല്ലറ ഞങ്ങൾക്ക് വേണമെന്നുള്ള അവകാശവാദം, കുരിശുയുദ്ധം. ഈസയുടെ കല്ലറ ഞങ്ങൾക്ക് വേണമെന്നുള്ള ആ അവകാശവാദത്തിൽ നിന്ന് എത്ര ആയിരം, എത്ര ലക്ഷം, എത്ര കോടി ജനങ്ങളാ കൊല്ലപ്പെട്ടത്? ഇങ്ങനെയുണ്ടോ? പരസ്പരം മുസ്ലിങ്ങൾ തന്നെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ കണക്ക്. ഒരു ദിവസം മതത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ മാത്രം, ഇന്നത്തെ ലോകത്തിന്റെ കണക്കട, ആളുകൾ ദിവസേന മുസ്ലിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അത് ഹിന്ദു വന്നിട്ടോ ക്രിസ്ത്യാനി വന്നിട്ടോ മുസ്ലിം മറ്റോ ജൂതം വന്നിട്ടോ അല്ല, പരസ്പരമുള്ള കൊല്ലല് തന്നെ. ഈ ഒരു വിമോചന ആശയം ഇതാണ് ദീനതാണ്. അതാ ദീനാ വേണ്ടത്, മതം തള്ളിക്കള. ഇത് ഈ അറബി പറയുമ്പോ ജനങ്ങൾക്ക് പ്രശ്നമാണ്. ഈ അറബി പറയുമ്പോ ആൾക്കാർക്ക് അത് ഖുർആനാ. നമുക്ക് നമ്മളെ ഈ പ്രാവശ്യത്തെ മാസിക ഒരാൾ വായിച്ചിട്ട് പറയുന്ന കാര്യമൊക്കെ പക്ഷെ ഇതിന്റെ മുകളിൽ ഖുർആൻ എന്താണ്, ഖുർആൻ എന്നൊക്കെ കാണുന്നുണ്ട്. അതിപ്പോ ആളുകൾക്ക് പ്രശ്നം അതാണിത്. ഖുർആന് അല്ലെങ്കിൽ ബൈബിള് അല്ലെങ്കിൽ ഗീത എന്നൊക്കെ പറയുമ്പോ ആളുകൾക്ക് പ്രശ്നം. ഇതാണെങ്കിൽ കുഴപ്പമില്ലട്ടോ, ഇത് നല്ലതാണ് സംഗതി. അപ്പൊ ഈ മനുഷ്യരുടെ ഈ ഏകോപനം, കാനന്നാസു ഉമ്മത്തൻ വാഹിദത്തൻ, ഈ ഒരൊറ്റ ഏകകം എത്ര സുഖാണ്. ഈ ഏകകത്തിലേക്ക് മനുഷ്യരാശി ഒന്നിക്കാനുള്ള കാര്യം അത് എപ്പോഴൊക്കെ ഭിന്നിച്ചപ്പോൾ അവരിൽ നിന്ന് മുബശ്ശിരീങ്ങളായിട്ടും മുന്തിരീങ്ങളായിട്ടും ദൈവദൂതന്മാർ അവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. എന്തിനു വേണ്ടിയിട്ട്? ഇവർക്കിടയിൽ ഏത് പ്രശ്നത്തിലാ തീർപ്പ് ഭിന്നത എന്നുള്ള തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ലിയഹ്കുമ ബൈനന്നാസി ഫീമഖ്തലഫു ഫീഹി, അവർ ഭിന്നിച്ച പ്രശ്നങ്ങളിൽ ആ ജനതകൾ ഏതിലാണ് നിങ്ങൾക്ക് പ്രശ്നം? തർക്കം നിങ്ങളുടെ ഭാഷയിലാണോ, ഗോത്രത്തിലാണോ, വർണ്ണത്തിലാണോ, വർഗത്തിലാണോ? അത് പരിഹരിക്കാം. ഏതിനാണ്? നിങ്ങളുടെ സമ്പത്തിലാണോ? അതിലാണോ നിങ്ങളുടെ ഈ ഭിന്നത? അത് മാറ്റിവെക്കൂ. ഇതൊക്കെ താൽക്കാലികമാണ്. നിങ്ങൾ ഇവിടുന്ന് വന്നപ്പോ ഒന്നുമില്ല, പോകുമ്പോ ഒന്നും കൊണ്ടുപോകണില്ല. ഓക്കെ, എവിടെയെങ്കിലും പടഞ്ഞു വീഴുമ്പോ ഈ രണ്ട് കൈ മലർത്തിയിട്ട് എനിക്കൊന്നും വേണ്ട മക്കളെ എന്നിട്ടാ പോണം. അതിന്റെ പേരിൽ തല്ലുകൂടണ്ട. ഇങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ഭിന്നിപ്പിന്റെ പ്രശ്നം എന്ന് ഈ ദൈവദൂതന്മാർ കണ്ട് മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്കിടയിൽ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുക. അതിനെന്തിനാ തർക്കം? അതിന്റെ തർക്കം ആവശ്യമില്ലല്ലോ. നിങ്ങൾ പങ്കിട്ട് അനുഭവിക്കുക. ഇതായിരുന്നു ദൈവദൂതന്മാർ, എന്നിട്ട് അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് സൂറത്ത് എന്ന് അവിടെ പറഞ്ഞു. സൂറത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സ്വാധീനിക്കാനും അവരുടെ സംരക്ഷണത്തിനും ഉതകുന്ന, ആ മനുഷ്യരാശിയുടെ കെട്ടുറപ്പിനും സംരക്ഷണത്തിനും ഉതകുന്ന ഇതുപോലത്തെ ഒരു ആശയം നിങ്ങൾ കഴിയുമെങ്കിൽ അവതരിപ്പിക്കുക. നിങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് അവതരിപ്പിക്കുക. അത് പറ്റും എന്നുള്ളതിന് നിങ്ങൾ പറഞ്ഞാൽ പോരാ, അതിന് സാക്ഷികളെയും കൊണ്ടുവരിക. ഇവർ പറയുന്ന സഹായികൾ എന്നാണ്. ശുഹദാഇന് സഹായികൾ എന്നർത്ഥം എഴുതണ്ട. നമ്മൾ ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷിയാണ്, വിറ്റ്നസ്സാണ്. കൊണ്ടരാൻ നാട്ടുകാരെയും കൂട്ടിക്കോളിന്നല്ല, ജിന്നുകളെയും കൂട്ടിക്കോളി. ഞമ്മക്ക് സാധിക്കാത്ത ഒരു ആൾക്കാരെ വിളിക്കാൻ അള്ള പറയോ? ജിന്നുകൾ നമ്മളെ നിയന്ത്രണത്തിലല്ലാതാ ഇവര് പറയുന്നത്. ഞമ്മക്ക് കാണാനും പറ്റൂല. എന്നിട്ട് നിങ്ങൾ ജിന്നുകളെയും വിളിച്ചോളിന്ന്. ലൈനിജിത്തമഴത്തിൽ ഇൻസു വൽ ജിന്നു അലാ അയ്യത്തിയ മിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅ്തൂന ബിമിസ്ലിഹി. ജിന്നിനെ എവിടുന്ന വിളിക്കാൻ? നിങ്ങൾ ജിന്നും ഇൻസും സമ്മേളനം കൂടിയാൽ
ജിന്നും ഇൻസും സമ്മേളനം കൂടിയാൽ എങ്ങനെ ജിന്നും ഇവർ പറയുന്ന ജിന്ന് എങ്ങനെ സമ്മേളിക്കാൻ എനിക്കറിയില്ല. സമ്മേളനത്തിന് ഇഷ്ടമാന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുകയാണ് സമ്മേളിക്കുക. ജിന്നും ഇൻസും സമ്മേളിച്ചാൽ എവിടെ കോഴിക്കോടും മാനാഞ്ചിറ മൈതാനത്ത് അത് ഏതോ ഒരു സമ്മേളനത്തിൽ വിളിച്ചുവാണ്. മനുഷ്യന്മാർക്കുള്ള ഭക്ഷണമൊക്കെ റെഡി ആയിരിക്കുന്നു, എല്ലാവരും വന്ന് കഴിക്കുക. ജിന്നുകൾക്കുള്ള ഭക്ഷണം റെഡി ആയിട്ടില്ല. കാരണം അത് കാഷ്ടവും മൂത്രവും എല്ലും ഒക്കെയാണ് ഓലക്കുള്ള ഭക്ഷണം. ഓലക്കുള്ള ഭക്ഷണം ഇവിടെ റെഡി ആയിട്ടില്ല. അത് റെഡി ആവുമ്പോൾ ഓല വിളിക്കുന്നതാണ്. അപ്പൊ വന്ന് കഴിച്ചാൽ മതി. അള്ള പറയും ഇത് നടക്കൂല എന്ന് അള്ളാഹ് തന്നെ അറിയാം. എന്നിട്ട് അള്ളാഹ് വെറുതെ വെല്ലുവിളിക്കുക. അങ്ങനെ ഉണ്ടാവും അള്ള? അങ്ങനെ ഒരള്ള ചെയ്യും. നിങ്ങൾക്ക് പറ്റുന്ന കാര്യമല്ലേ അള്ള വെല്ലുവിളിക്കുള്ളൂ. നിങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുമല്ലോ. ഏത് ജിന്നിനും ഇൻസിനാ ഒരുമിച്ച് കൂടാൻ പറ്റുക? അതൊക്കെ വരുന്നുണ്ട്, വേറെ വിജയം വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കുമ്പോഴേ മനസ്സിലാകും. അപ്പൊ അതാണ് ഈ പറയുന്നത്. അപ്പോ സൂറത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടത്ര ഇനി അയിമ തല്ലോടണ്ട. സൂറത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സംരക്ഷണമായി നിൽക്കുന്ന, ഇതുപോലെ മാനവരാശിയുടെ സംരക്ഷണത്തിന് ഉതകുന്ന ഒരു ആശയത്തെ നിങ്ങളൊന്ന് കൊണ്ടുവരിക. നിങ്ങൾ വെറുതെ കൊണ്ടുവന്ന് ഇത് പറ്റുമെന്ന് പറഞ്ഞാൽ പോരാ, അതിന് ഫിറ്റ്നസ് വേണം, സാക്ഷികളും വേണം. ഇതിന് സാക്ഷികളെ ശുഹദാക്കും മിൻദൂനില്ല. ഈ ദൈവികേതര ആശയങ്ങളെ നിങ്ങൾ അതിന്റെ വിറ്റ്നസ്സായിട്ട്, സാക്ഷികളായിട്ട് നിങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ഇൻകൊണ്ടും സാധിക്കുകയും നിങ്ങൾ സത്യവാന്മാരാണ്. ഞാൻ അവസാനിപ്പിക്കാം. ഒരു ജുമാഅത്തൊക്കെ പറഞ്ഞത് ഞാൻ അതിന്റെ ഇടയിലുള്ള ഒരു ആയത്ത് വിട്ടു. ആ ആയത്തിലേക്ക് ഇന്ന് പ്രവേശിച്ച അതൊന്ന് മുഴുവൻ വിശദീകരിക്കാൻ പറ്റും. അതുകൊണ്ട് ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.